സോ നമ്മൾ എടുക്കാൻ പോകുന്നത് ലൈക്ക് SMCF ആണ്. സോ ഇതിൽ രണ്ട് പോർഷൻസ് ആണുള്ളത്. വൺ ഈസ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആൻഡ് അനദർ വൺ ഈസ് കോർപ്പറേറ്റ് ഫൈനാൻസ്. സോ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഇതിനു മുമ്പ് നിങ്ങൾ പഠിച്ചിട്ടോ കേട്ടിട്ടോ എന്തെങ്കിലും ഉണ്ടോ? സോ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള അപ്രോച്ചിനെയാണ് നമ്മൾ സ്ട്രാറ്റജിക്കൽ മാനേജ്മെന്റ് എന്ന് പറയാം. നിങ്ങൾ SWOT ഒക്കെ കേട്ടിട്ടുണ്ടോ? SWOT അനാലിസിസ്. സോ അതായത് സ്ട്രെങ്ത് മനസ്സിലാക്കുക, വീക്ക്നെസ് മനസ്സിലാക്കുക, ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കുക, ത്രെറ്റ് മനസ്സിലാക്കുക ഒരു ബിസിനസിന്റെ, അതിനെയാണ് നമ്മൾ SWOT അനാലിസിസ് എന്ന് പറയാം. അപ്പോൾ അത്തരത്തിലുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ടെക്നിക്കാണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് ബേസിക്കലി പറയുന്നത്. നൗ സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ നമ്മൾ കുറേ അപ്രോച്ചുകൾ പഠിക്കും. അതായത് പല ആൾക്കാരും കൊണ്ടുവന്നിട്ടുള്ള അപ്രോച്ച്, പെസിൽ എന്ന് പറയുന്ന ഒരു അനാലിസിസ്, അതേപോലെ SWOT എന്ന് പറയുന്ന അനാലിസിസ്, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എടുക്കാം എന്ന് പറയുന്ന വളരെ തിയററ്റിക്കൽ ആയിട്ടുള്ള പക്ഷെ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് സ്ട്രാറ്റജിക്കൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതിന്റെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ് ഇപ്പൊ നമ്മൾ എടുക്കാൻ പോണത്. എന്താണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, എന്തിനാണ് ഇത്, അതിന്റെ ഡെഫിനിഷൻസ് എന്താണ് എന്നുള്ള ഒരു രീതിയിലാണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. സോ ആദ്യം നമുക്ക് അതിന്റെ വെയിറ്റേജസ് ജസ്റ്റ് ഒന്ന് എഴുതി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബുക്ക് ഉണ്ടോ? നോട്ട്ബുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുക. നമുക്ക് ജസ്റ്റ് വേസ്റ്റേജ് ഒന്ന് എഴുതാം. അതിനുശേഷം നമുക്ക് പാഠത്തിലോട്ട് കിടക്കാം. ഓക്കെ. സോ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ എഴുതുക, ഇൻട്രൊഡക്ഷൻ ടു സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. അതാണ് ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര്, ഇൻട്രൊഡക്ഷൻ ടു സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഇൻട്രൊഡക്ഷൻ ടു സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. Introduction to strategic management. ഓക്കെ, എഴുതിയോ? ഓൾമോസ്റ്റ് നമുക്ക് ഒരു എക്സാമിൽ ഏതാണ്ട് 10 മാർക്കോളം വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്റർ ആണ് ഇൻട്രൊഡക്ഷൻ ടു സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ ഒരു ഇതിൽ തന്നെ റേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഈ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. റേറ്റഡ് ആയിട്ടുള്ള, അതായത് ഓൾമോസ്റ്റ് 10 മാർക്സോളം നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് വരാറുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നു, അത് നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റില്ല, സർപ്രൈസുകൾ ചിലപ്പോൾ തരാം. സോ ബേസിക്കലി നമ്മൾ പാസ്റ്റ് ഹിസ്റ്ററി വെച്ചിട്ട് ഓൾമോസ്റ്റ് 10 മാർക്സ് കിട്ടുന്ന ഒരു ഏരിയ ആണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ആൻഡ് മോർ ഓവർ സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ എക്സാംസ് നിങ്ങൾ എഴുതുന്ന സമയത്ത് ഇതിൽ കുറെ കീ ഡെഫിനിഷൻസ് ഉണ്ട്. സോ നമ്മൾ എപ്പോഴും ഐഡന്റിഫൈ ചെയ്യേണ്ടത് കീ ഡെഫിനിഷൻസ്. നിങ്ങൾ എപ്പോഴും മാർക്ക് ചെയ്ത് പഠിക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അതിലൊന്നാണ് കീ ഡെഫിനിഷൻസ്. അതായത് എന്താണ് സ്ട്രാറ്റജിക് പ്ലാനിങ്, എന്താണ് ഒരു സ്ട്രാറ്റജി, എന്താണ് സ്ട്രാറ്റജിക് ലീഡർഷിപ്പ്, ഇതിനൊക്കെ ഓരോ ഡെഫിനിഷൻസ് ഉണ്ട്. അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തേ പറ്റൂ. സോ അതാണ് ഇതിലെ മെയിൻ. സോ ഫസ്റ്റ് വൺ ഈസ് കീ ഡെഫിനിഷൻ. രണ്ടാമത് നിങ്ങൾ നോക്കേണ്ടത് കേസ് സ്റ്റഡികൾ ഉണ്ടാവും. ചില കേസ് സ്റ്റഡികൾ ഉണ്ടാവും. ഇപ്പൊ ടാറ്റ സ്റ്റീലിന്റെ, റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഒക്കെ കേസ് സ്റ്റഡികൾ ഉണ്ടാവും. രണ്ടാമത് നമ്മൾ വെയിറ്റേജ് കൊടുക്കേണ്ടത് ഓരോ ചാപ്റ്ററിൽ നിന്നും ഒരു കേസ് സ്റ്റഡിയുടെ പേരെങ്കിലും, നമ്മൾ കേസ് സ്റ്റഡി എന്താണെന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല, കേസ് സ്റ്റഡിയുടെ പേരെങ്കിലും നമ്മൾ ബൈ ഹാർട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, സ്ട്രാറ്റജിക് മാനേജ്മെന്റിന് 40 മാർക്കിന്റെ വെയിറ്റേജ് ഉള്ളത്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് 40 മാർക്സിന്റെ വെയിറ്റേജും കോർപ്പറേറ്റ് ഫൈനാൻസ് 60 മാർക്കിന്റെ വെയിറ്റേജ് ഉള്ളൂ. പക്ഷെ ആ 40 മാർക്ക് വളരെ എളുപ്പത്തിൽ കിട്ടാവുന്ന ഒരു 40 മാർക്കാണ്. സോ അതുകൊണ്ട് തന്നെ കീ ഡെഫിനിഷൻസ്, കേസ് സ്റ്റഡി, ദെൻ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്, ഫാക്ടേഴ്സ്, ഫങ്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഐറ്റംസ്. ഈ 3 കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പഠിക്കേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കോഡ് വേർഡുകളും ഷോർട്ട് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുക. സോ ഇതാണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റിനോടുള്ള അപ്രോച്ച്. സോ നിങ്ങൾ സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ എന്ത് ചോദ്യം വരികയാണെങ്കിലും നമ്മൾ ഡെഫിനിഷൻ എഴുതിയിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. സോ അക്കോർഡിംഗ് ടു ഹെൻറി ഫയോൾ അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ചാൻഡലർ,
ഇതാണ് സ്ട്രാറ്റജി. ഈ ദിസ് ഈസ് വാട്ട് കോൾഡ് ആസ് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ അപ്രോച്ച് ചെയ്യാൻ. സോ 3 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ട്രാറ്റജിക് പ്ലാനിങ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ പോർഷൻ പഠിക്കേണ്ടത്. ഏതൊക്കെയാണെന്ന് ഒന്ന് കീ ഡെഫിനിഷൻസ് ഉണ്ട്, എല്ലാത്തിനും ഓരോ ആൾക്കാരുടെ ഡെഫിനിഷൻസ് ഉണ്ട്. ദെൻ നമുക്ക് കേസ് സ്റ്റഡികൾ ഉണ്ട്, ആൻഡ് ഓൾസോ നമുക്ക് ചിലവർ പറയും എന്താ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഫങ്ഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളും ഉണ്ടാവും. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നമ്മുടെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. ഫസ്റ്റ് തന്നെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതിന്റെ ഡെഫിനിഷനാണ്. സോ അതിൽ മൾട്ടിപ്പിൾ ഡെഫിനിഷൻസ് ഉണ്ട്. സോ നമ്മൾ റെഫർ ചെയ്യേണ്ട ചാൻഡലറിന്റെ ഡെഫിനിഷൻ ഉണ്ട്. സോ ബുക്ക് ഉണ്ടെങ്കിൽ ഇതിൽ ചാൻഡലറിന്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് റീഡ് ഔട്ട് ചെയ്യുക, എന്താണ് ചാൻഡലറിന്റെ ഡെഫിനിഷൻ പറയുന്നത്. ബേസിക്കലി അതിലില്ലേ, ചാൻഡലറിന്റെ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് റീഡ് ഔട്ട് ചെയ്യും. വായിച്ചോ. സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചാൻഡലർ എന്താ പറയുന്നത്? സോ ബേസിക്കലി ഒരു ബിസിനസിന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ബിസിനസിന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്യുന്നത്. അപ്പോ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരിക്കണം? നമുക്ക് നമ്മുടെ ബിസിനസിന്റെ ഗോൾ ആദ്യം സെറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ ഇതിന് ഗോളും ഒബ്ജക്റ്റീവും നമ്മൾ സെറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ ഐറ്റം എന്താണ്? നമ്മൾ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നു. ഈ 2 പ്രോസസ്സും അതിനോടൊപ്പം തന്നെ ഈ ഗോൾസ് അച്ചീവ് ചെയ്യലും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക്കൽ മാനേജ്മെന്റ്. ആ ഡെഫിനിഷൻ നിങ്ങളൊന്ന് നോക്കുക. സോ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. ചാൻഡലർ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ഡിറ്റർമിനേഷൻ ഓഫ് ബേസിക് ലോങ് ടേം ഗോൾസ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ആൻ എന്റർപ്രൈസ്, ആൻഡ് അഡോപ്ഷൻ ഓഫ് എ കോഴ്സ് ഓഫ് ആക്ഷൻ ആൻഡ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് നെസസറി ടു ക്യാരി ഔട്ട് ദീസ് ഗോൾസ്. അപ്പൊ 3 കമ്പോണൻസ് എന്താ പറയുക? ഫസ്റ്റ് നമ്മൾ ഗോൾസും ഒബ്ജക്റ്റീവ്സും ഡിറ്റർമിൻ ചെയ്യുന്നു. ദെൻ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ, സ്റ്റെപ്പുകൾ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നമുക്ക് പാലക്കാടിൽ നിന്ന് പെരിന്തൽമണ്ണയിലോട്ട് എത്തണം, ഇതാണ് നമ്മളുടെ ഗോളെങ്കിൽ അതിനുള്ള ആദ്യം ഞാൻ പാലക്കാട് ബസ് സ്റ്റാൻഡിലോട്ട് എത്തണം, അവിടെ നിന്ന് ഞാൻ ബസ് കയറണം, ഇവിടെ ഇറങ്ങണം, ഇങ്ങോട്ട് എത്തണം. ഇതാണ് ഇതിന്റെ സ്റ്റെപ്പുകൾ. ആൻഡ് തേർഡ് വൺ, ഇതിനു വേണ്ടി നമ്മുടെ റിസോഴ്സ് എന്താ? നമ്മൾ പൈസ കൊടുക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ബസ്സിൽ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. സോ ഇതുപോലെ നമ്മൾ 3നെയും ഡിറ്റർമിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ചാൻഡലർ എന്ത് പറയുന്നത്? സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. അപ്പൊ എന്താ 3 കമ്പോണൻസ് ഇതിലുള്ളത്? ഒന്ന്, ഗോൾസ് ആൻഡ് ലോങ് ടേം ഒബ്ജക്റ്റീവ് ഡിറ്റർമിൻ ചെയ്യണം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ വേണം. മൂന്നാമത് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യണം, അതുവഴി ഗോൾസ് അച്ചീവ് ചെയ്യണം. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ സിംപ്ലി ആ ഡെഫിനിഷൻ ഒന്ന് മനസ്സിലാക്കുക. എന്താണ് ഒന്ന് പറഞ്ഞേ? അക്കോർഡിംഗ് ടു ചാൻഡലർ, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഈസ് ദി ഡിറ്റർമിനേഷൻ ഓഫ് ലോങ് ടേം ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, പിന്നെ കോഴ്സ് ഓഫ് ആക്ഷൻ and allocation of resources necessary to achieve the enterprise goals. എന്താണ്? അപ്പോൾ 3 കമ്പോണന്റുകൾ ചാൻഡലർ എന്താ പറയുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഗോൾസും ലോങ് ടേം ഒബ്ജക്റ്റീവ്സും ഡിറ്റർമിൻ ചെയ്യുന്നു, അതിലോട്ടുള്ള പ്ലാൻ ഓഫ് ആക്ഷൻ ഡിറ്റർമിൻ ചെയ്യുന്നു, ദെൻ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നു അതിന് നെസസറി ആയിട്ടുള്ള ടു അച്ചീവ് ദ ഗോൾസ് ഓഫ് ദി എന്റർപ്രൈസ്. ഇതാണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ക്ലിയർ ആണോ? സോ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണ് പഠിക്കേണ്ടത്? സ്ട്രാറ്റജിനെ കുറിച്ച് പഠിക്കണം. ഓക്കെ. രണ്ടാമത് ഇതിനെ നമ്മൾ എന്തുമായിട്ട് കമ്പൈൻ ചെയ്യും? കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുമായിട്ട് കമ്പൈൻ ചെയ്യും. മൂന്നാമത് ഇതിനെ കോർപ്പറേറ്റ് ഗവേണൻസുമായിട്ട് കമ്പൈൻ ചെയ്യും. അതോടുകൂടി ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. സോ അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സ്ട്രാറ്റജിനോട് സംബന്ധിച്ചിട്ടുള്ള സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്താണ്, സ്ട്രാറ്റജിക് പ്ലാനിങ് എന്താണ്, സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് എന്താണ്, ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നു. അതിനെ നമ്മൾ നമ്മളുടെ CSRുമായിട്ട്, അതായത് നമ്മൾ ഗോൾ അച്ചീവ് ചെയ്താൽ മാത്രം പോരാ, നമ്മൾ സൊസൈറ്റിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക കൂടെ വേണം. ഓക്കെ. നൗ അത് നമ്മൾ അച്ചീവ് ചെയ്യുന്നു.
സോ മൂന്നാമതായിട്ട് എന്താ പറയുന്നത്? കോർപ്പറേറ്റ് ഗവേണൻസ്. അപ്പൊ എന്താ പറയണേ? സ്ട്രാറ്റജി ഉണ്ട്, ഗോൾ അച്ചീവ് ചെയ്യുന്നു. ഗോൾ അച്ചീവ് ചെയ്താൽ മാത്രം പോരാ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യണം. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മാത്രം ചെയ്താൽ പോരാ, അത് നിയമപരമായിട്ടും കൂടെ ചെയ്യണം. എങ്കിൽ മാത്രമേ അതെന്താവുള്ളൂ, ഒരു കൃത്യമായ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആവുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഈ 3 സ്റ്റെപ്പ് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. സോ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. നൗ അതിന്റെ പ്രോസസ്സുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ്സസ്. അപ്പൊ ഡെഫിനിഷൻ, ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ പഠിക്കാം. അതിലൊന്നാണ് ചാൻഡലറിന്റെ ഡെഫിനിഷൻ. സോ ചാൻഡലറിന്റെ ഡെഫിനിഷൻ നമ്മളിപ്പോ നോക്കി. എന്തായിരുന്നു ചാൻഡലറിന്റെ ഡെഫിനിഷൻ? ഇറ്റ് ഈസ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ലോങ് ടേം ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്ലാനിങ് എ കോഴ്സ് ഓഫ് ആക്ഷൻ ആൻഡ് അലോക്കേറ്റിംഗ് ഓഫ് necessary resources to achieve the goals of the enterprise. ക്ലിയർ ആണോ? അതാണ് ചാൻഡലറിന്റെ ഡെഫിനിഷൻ. ദെൻ സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ പ്രോസസ് അതിലുണ്ടാവും. വായിക്കുക സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ്. അതിലും നിങ്ങൾക്ക് 3 എണ്ണം കാണാം. കാണുന്നില്ല? ഇതല്ല, ഇത്. Strategic management process is defined as a process by which managers or decision makers are able to make the choice of a set of strategies for the organization that they enable to accomplish improved performance. Okay. Strategic management is not a static but a continuous process. It involves continuous appraisal of micro and macro environment surrounding the organization and choosing between alternatives that meet the objectives and the assessment of such a strategy. സോ എന്താ ഇവിടെ പറയണേ? സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദർ ആർ ഡിസിഷൻ മേക്കേഴ്സ്. ഡിസിഷൻ മേക്കേഴ്സ് സ്ട്രാറ്റജികൾ ചൂസ് ചെയ്യുന്നു. ഫോർ വാട്ട് പർപ്പസ്? പെർഫോമൻസ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയാം. എന്താണ് ഇതിൽ 3 സ്റ്റെപ്പ്? ഡിസിഷൻ ആരാണോ മേക്ക് ചെയ്യുന്നത് അവർ കുറെ സ്ട്രാറ്റജികൾ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജിനെ ചൂസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട് അത് ചൂസ് ചെയ്യുന്നത്? ഫോർ പെർഫോമൻസ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ്. ഇനി പ്രോസസ്സുകൾ പലവിധമുണ്ട്, പല സ്റ്റെപ്പുകൾ ഉണ്ട്. അത് ഏതാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അഗെയിൻ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഒന്ന്, സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻ ബൈ ചാൻഡലർ. അതെന്താ നമ്മൾ പറഞ്ഞ? 3 കമ്പോണൻസ്. ലോങ് ടേം ഒബ്ജക്റ്റീവ്സും ഗോൾസും ഡിറ്റർമിൻ ചെയ്യുന്നു, പ്ലാൻ ഓഫ് ആക്ഷൻ ഡിറ്റർമിൻ ചെയ്യുന്നു, നെസസറി റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നു, അതുവഴി നമ്മൾ ഗോൾസ് അച്ചീവ് ചെയ്യുന്നു. എങ്കിൽ ദാറ്റ് ഈസ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഇനി സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എങ്ങനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും? അതിന്റെ പ്രോസസ് എന്താ? There are decision makers. അവർ കുറെ സ്ട്രാറ്റജികളുടെ ഇടയിൽ നിന്നും ഒരു സ്ട്രാറ്റജിനെ ചൂസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഇംപ്രൂവ്ഡ് പെർഫോമൻസിന് വേണ്ടിയിട്ട്. ക്ലിയർ ആണോ? യെസ്. ഇനി സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ പ്രോസസ്സുകൾ, ഡിഫറെന്റ് സ്റ്റെപ്പ് ഓഫ് പ്രോസസ്സുകൾ ഏതൊക്കെയായിരുന്നു? വായിച്ചോളൂ. ഓക്കെ. സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഓക്കെ, സ്കാനിങ് ഉണ്ട്, അതുപോലെ ഫോർമുലേഷൻ ഉണ്ട് അല്ലേ, ആൻഡ് ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഇവാലുവേഷൻ. സോ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുമ്പോഴും ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? എൻവിറോൺമെന്റിനെ സ്കാൻ ചെയ്യണം. അതായത് നമ്മൾ ഏത് എൻവിറോൺമെന്റിലാണ് വർക്ക് ചെയ്യുന്നത്, നമ്മളുടെ മാക്രോ ആൻഡ് മൈക്രോ എൻവിറോൺമെന്റ് നമ്മൾ സ്കാൻ ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു സ്ഥലത്തേക്ക് ടൂർ പോവുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി ആ എൻവിറോൺമെന്റിൽ നമുക്ക് ഏത് സമയത്തും ഇറങ്ങി പോകാൻ പറ്റുമോ എന്നുള്ള ആ എൻവിറോൺമെന്റൽ സ്കാനിങ് നമ്മൾ നടത്തണം. അതേപോലെ അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മുടെ സ്ട്രാറ്റജി നമ്മൾ എന്ത് ചെയ്യാൻ? ഫോർമുലേറ്റ് ചെയ്യാൻ. ആ ഫോർമുലേറ്റ് ചെയ്ത സ്ട്രാറ്റജി ദെൻ വി വിൽ ഇംപ്ലിമെന്റ് ആൻഡ് ദെൻ വി വിൽ ഇവാലുവേറ്റ്. ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അത് എഫക്റ്റീവ് ആണോ എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. സോ നമ്മൾ അതിനെ കോഡ് വേർഡ് ആയിട്ട് വിളിക്കുന്നത് ഇറ്റ് ഈസ് SFIE എന്നുള്ളതാണ്. എന്താണത്? സ്കാനിങ്, ഫോർമുലേഷൻ, ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഇവാലുവേഷൻ. ഓക്കെ, അപ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ പ്രോസസ് എന്താണ്? ഇറ്റ് ഈസ് SFIE. എന്താണത്? സ്കാൻ ചെയ്യുന്നു. എന്താ സ്കാൻ ചെയ്യുന്നത്? എൻവിറോൺമെന്റ് സ്കാൻ ചെയ്യുന്നു. ഡിഫൈൻ ചെയ്യുമ്പോൾ എങ്ങനെ ഡിഫൈൻ ചെയ്യണം? വി വിൽ സ്കാൻ ദി മാക്രോ ആൻഡ് മൈക്രോ എൻവിറോൺമെന്റ്. ദെൻ എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മളുടെ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യും, നമ്മൾ എങ്ങനെ അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളത്. ദെൻ വി വിൽ ഇംപ്ലിമെന്റ് ആൻഡ് ലേറ്റർ വി വിൽ ഇവാലുവേറ്റ്. ക്ലിയർ ആണോ? സോ 3 കോൺസെപ്റ്റ്സ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ ഈസ് ചാൻഡലേഴ്സ് ഡെഫിനിഷൻ. ചാൻഡലേഴ്സിന്റെ ഡെഫിനിഷൻസിൽ നമ്മൾ 3 കമ്പോണൻസ് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു അത്?
ഡിറ്റർമിൻ ലോങ് ടേം ഒബ്ജക്റ്റീവ്സും ഗോൾസും നമ്മൾ ചെയ്യുന്നു, പ്ലാൻ ഓഫ് ആക്ഷൻ മേക്ക് ചെയ്യുന്നു, ദെൻ നെസസറി റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നു, ഗോൾസ് അച്ചീവ് ചെയ്യുന്നു. രണ്ടാമതായിട്ട് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ് എന്താന്ന് പറയുന്നുണ്ട്. ആ പ്രോസസ് എന്താ നമ്മൾ പറഞ്ഞ ഡിസിഷൻ മേക്കേഴ്സ് എന്ത് ചെയ്യുന്നു, സ്ട്രാറ്റജി ചൂസ് ചെയ്യുന്നു ഫോർ ബെറ്റർ പെർഫോമൻസ് അല്ലെങ്കിൽ ഇംപ്രൂവ്ഡ് പെർഫോമൻസിന് വേണ്ടിയിട്ട്. ഇനി ഇതിന്റെ പ്രോസസ് എങ്ങനെയാണ്? 1 by 1 പ്രോസസ് എന്താ? ഇറ്റ് ഈസ് കോൾഡ് SFIE, വിച്ച് ഈസ് എൻവിറോൺമെന്റ് സ്കാൻ ചെയ്യുന്നു, ഫോർമുലേറ്റ് ചെയ്യുന്നു, ഇംപ്ലിമെന്റ് ചെയ്യുന്നു, ദെൻ ഇവാലുവേറ്റ് ചെയ്യുന്നു. ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ് നമ്മൾ സ്ട്രാറ്റജിക് ലീഡർഷിപ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ ഡെഫിനേഷൻ ഉണ്ടോ? സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് നോക്കുക. കാണുന്നില്ല? ആസ് പെർ മെയ്. Strategic leadership is the ability to influence others, voluntarily make decisions, and enhance the prospects for the organization long-term success while maintaining long-term financial stability. ഓക്കെ, അപ്പൊ എന്താണ് പറയുന്നത്? അതൊരു ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ആണ് എന്നാ പറയുന്നത്. സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് എന്താണ്? ഒരു ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ആണ്. അതായത് നമ്മൾ ഒരിക്കലും അവരോട് പറയുന്നില്ല എന്ത്, നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല. പക്ഷെ നമ്മൾ ഒരു എൻവിറോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാണ്. ആ എൻവിറോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അവര് സ്വമേധയാ ഡിസിഷൻസ് എടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഫൈനാൻഷ്യൽ അതായത് നല്ല പെർഫോമൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നു. അതിൽ എന്ത് നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നില്ല? ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നില്ല എങ്കിൽ അതിനെയാണ് സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. സിംപ്ലി പറയുകയാണെങ്കിൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ബാക്കിയുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്തെടുക്കുന്നതിനെയാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. സോ ലീഡർഷിപ്പ് രണ്ട് രീതിയിലാവാം. എങ്ങനെയാ? ഡയറക്റ്റ് ലീഡർഷിപ്പും ആവാം, ഇൻഡയറക്റ്റ് ലീഡർഷിപ്പും ആവാം. ഡയറക്റ്റ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഇപ്പൊ നിങ്ങളോടൊരു വർക്ക് ചെയ്തു വരാൻ പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് ഡയറക്റ്റ് ലീഡർഷിപ്പ്. അതിന് പകരം ഞാൻ ഈ ക്ലാസ്സിൽ ഒരു കോമ്പറ്റീഷൻ ബിൽഡ് ചെയ്യാണ്. നിങ്ങൾ അറിയാതെ തന്നെ ഇതിന്റെ ഉള്ളിൽ ഒരു കോമ്പറ്റീഷൻ ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വർക്ക് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ആസ് സ്ട്രാറ്റജിക് ലീഡർഷിപ്പ്. മനസ്സിലായോ? ഞാൻ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ വെക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ലൈക്ക് ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡന്റിന് ഞാൻ ഈ റിവാർഡ് തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പഠിക്കാൻ പറയുന്നില്ല. ആഫ്റ്റർ ഓൾ നിങ്ങൾ ഇത് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടും എന്ന് പറയുമ്പോൾ ഐ എം ക്രിയേറ്റിംഗ് എ കോമ്പറ്റേറ്റീവ് എൻവിറോൺമെന്റ്. അവിടെ നിങ്ങൾ തന്നെ നിങ്ങളുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് സ്ട്രാറ്റജിക് ലീഡർഷിപ്പ്. സോ അതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. ഫസ്റ്റ് വൺ ഈസ് എബിലിറ്റി ടു ഇൻഫ്ലുവൻസ്. സോ നിങ്ങൾ ആ ഡെഫിനിഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് അണ്ടർലൈൻ ചെയ്യുക, വളണ്ടറിലി അണ്ടർലൈൻ ചെയ്യുക, മേക്ക് ഡിസിഷൻസ് അണ്ടർലൈൻ ചെയ്യുക, ലോങ് ടേം സക്സസ്, ലോങ് ടേം ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ലോങ് ടേം സക്സസ് ആൻഡ് ലോങ് ടേം ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. സോ സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മളുടെ ഒരു എബിലിറ്റിയാണ്. എന്താണ് സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്? എന്താണ്? എബിലിറ്റിയാണ്. എന്തിനുള്ള എബിലിറ്റിയാണ്? ബാക്കിയുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ്. അതിലൂടെ അവരെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കണം? ലോങ് ടേം പെർഫോമൻസും ലോങ് ടേം ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും അച്ചീവ് ചെയ്യണം. എങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? സ്ട്രാറ്റജിക് ലീഡർഷിപ്പ്. സോ എന്താണ് സ്ട്രാറ്റജിക് ലീഡർഷിപ്പ്? 4 കമ്പോണന്റ്. എന്താണത്? ഫസ്റ്റ് വൺ, അതൊരു എബിലിറ്റി ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള എബിലിറ്റി ആണ്? ടു ഇൻഫ്ലുവൻസ് ആണ്. മൂന്നാമത് എന്തിനു വേണ്ടിയിട്ടാണ്? ലോങ് ടേം ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കും ലോങ് ടേം പെർഫോമൻസിനും വേണ്ടിയിട്ടുള്ള ഒരു എബിലിറ്റി ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് സ്ട്രാറ്റജിക് ലീഡർഷിപ്പ്. സോ 4 ഐഡിയകളാണ് നമ്മളിപ്പോ ഷെയർ ചെയ്തത്. ആ 4 ഐഡിയകൾ, ഫസ്റ്റ് ഐഡിയ എന്തായിരുന്നു? ഫസ്റ്റ് ഐഡിയ എന്തായിരുന്നു? ദർ ഈസ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. എന്താണെന്ന്? സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആരുടെ ഡെഫിനിഷൻ ആണ്? ചാൻഡലറുടെ ഡെഫിനിഷൻ ആണ്. എന്തായിരുന്നു അത്? 3 കമ്പോണൻസ്. ഫസ്റ്റ് വൺ ഈസ് ലോങ് ടേം ഒബ്ജക്റ്റീവ്സും ഗോൾസും നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നു. രണ്ടാമത്തെ ഐഡിയ എന്തായിരുന്നു? അതിന് പ്ലാൻ ഓഫ് കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ ബിൽഡ് ചെയ്യുന്നു. 3 അവൈലബിൾ നെസസറി റിസോഴ്സസ് നമ്മൾ കൊടുക്കുന്നു. 4മതായിട്ട് നമ്മൾ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നു. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ് ആണ്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ് 3 കമ്പോണൻസ്. എന്താണ്? ഡിസിഷൻ മേക്കേഴ്സ് സ്ട്രാറ്റജി ഐഡന്റിഫൈ ചെയ്യുന്നു ഫോർ വാട്ട്? ഇംപ്രൂവ്ഡ് പെർഫോമൻസ്. പിന്നെ അതിന്റെ പ്രോസസ്സുകൾ എന്തൊക്കെയാണ്? SFIE എന്ന് പറയും. സോ ദാറ്റ് ഈസ് സ്കാനിങ്, ഫോർമുലേഷൻ, ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഇവാലുവേഷൻ. അതിനുശേഷം നമ്മൾ എന്താ പറയുക? സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് എന്താന്ന് പറയുക? അതിൽ 4 കമ്പോണൻസ് ആണ്. ഇറ്റ് ഈസ് എൻ എബിലിറ്റി.
എന്തിനുള്ള എബിലിറ്റിയാണ്? ടു ഇൻഫ്ലുവൻസ്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ലോങ് ടേം പെർഫോമൻസ് ആൻഡ് ലോങ് ടേം ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ക്ലിയർ ആണോ? യെസ്. സോ ദാറ്റ് ഈസ് സ്ട്രാറ്റജിക് ലീഡർഷിപ്പ്. ദെൻ ഒരു സ്ട്രാറ്റജിക് ലീഡറിന്റെ ഫങ്ഷൻ എന്തൊക്കെയാണ്? സ്ട്രാറ്റജിക് ലീഡറിന്റെ ഫങ്ഷൻ വായിക്കാവോ? Functions of strategy leader, navigator, definition. ഡെഫിനേഷൻ വേണ്ട. ഓക്കെ. Navigator, strategist, entrepreneur, mobilizer, talent advocate, captivator, global thinker, change driver, enterprise driver. ഓക്കെ. സോ ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഇറ്റ് ഈസ് നാവിഗേറ്റർ. നാവിഗേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് ലൈക്ക് വൺ ഹു ഗൈഡ്സ്. സോ ഒരു സ്ട്രാറ്റജിക് ലീഡർ എന്തായിരിക്കണം? ഒരു നാവിഗേറ്റർ ആയിരിക്കണം. സോ അത് എക്സ്പ്ലെയിൻ ചെയ്യൊന്നും വേണ്ട, ഈ കമ്പോണൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഫസ്റ്റ് വൺ എന്താണ്? നാവിഗേറ്റർ. രണ്ടാമത് എന്താണ്? എസ് സ്റ്റാൻഡ് ഫോർ സ്ട്രാറ്റജിസ്റ്റ്. എസ് സ്റ്റാൻഡ് ഫോർ സ്ട്രാറ്റജിസ്റ്റ്. ഇ സ്റ്റാൻഡ്സ് ഫോർ entrepreneur. Then M stands for mobilizer. E stands for enterprise guardian. T stands for talent advocate. G stands for global thinker. C stands for captivator. Then the next C stands for change driver. So basically we call it as NSC met at GCC. Okay, so N എന്തായിരുന്നു? N means navigator, S means strategist, E means entrepreneur, M means mobilizer, E means enterprise guardian, T means talent advocate, G means global thinker, C means captivator, and the another C means change driver alle. Change driver. Okay, so നമ്മൾ ഇതിന് ഷോർട്ട് വേർഡ് ഇട്ടിരിക്കുന്നത് NSE. NSE എന്താണെന്ന് അറിയില്ലേ? That's National Stock Exchange. Okay, NSE met at GCC. GCC means ഓക്കെ, അറിയാലോ. ഓക്കെ, സോ അത് കോഡ് വേർഡ് ആണ്. സോ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? N മീൻസ് നാവിഗേറ്റർ, S മീൻസ് സ്ട്രാറ്റജിസ്റ്റ്, E മീൻസ് entrepreneur, M means mobilizer, E means entrepreneur guardian, T means talent advocate, G means global thinker, C means captivator, and C means change driver. So നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഒരു സ്ട്രാറ്റജിക് ലീഡറിന് എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു? ഇറ്റ് ഈസ് നാവിഗേറ്റർ, സ്ട്രാറ്റജിസ്റ്റ്, entrepreneur, M for mobilizer, guardian, enterprise guardian, talent advocate, then global thinker, captivator, and change driver. So ഇത്രയാണ് ആരുടെ ഫങ്ഷൻസ്? ഒരു സ്ട്രാറ്റജിക് ലീഡറുടെ ഫങ്ഷൻ. സോ ബേസിക്കലി നമ്മളിപ്പോ എന്തൊക്കെ നോക്കി? We talked about strategic management. We talked about strategic management process. We talked about strategic management process types, അല്ലെങ്കിൽ steps. Okay, then we talked about strategic leadership. Then we talked about functions of a strategic leader. ഇത്രയും കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ കവർ ചെയ്തത്. ജസ്റ്റ് ഒന്ന് പഠിക്കുക, 2 minutes പഠിക്കുക, then we will go to next. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ. സോ നമ്മൾ കോഡ് വേർഡ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, കാരണം ഒരുപാട് ഉണ്ടാവും. എല്ലാ ഫങ്ഷൻസും എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും നമുക്ക് തലയിൽ വെക്കാൻ പറ്റില്ല. ഫസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് ഇപ്പൊ എളുപ്പമാണ്, ബട്ട് 10ാമത്തെ ചാപ്റ്ററിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ഡൗട്ട് വരും.
NSE GCCയിൽ വെച്ച് മീറ്റ് ചെയ്തു. NSE met at GCC. Then, okay, എന്നാ പറഞ്ഞോളൂ. ഫസ്റ്റത്തെ എന്തായിരുന്നു ചാൻഡ്ലേഴ്സ് ഡെഫിനിഷൻ? Long-term determination of objectives and goals to ടു ടേക്ക് അല്ല, പ്ലാൻ ഓഫ് ആക്ഷൻ ആണ്. also plan of action and to allocate resources necessary for the achievement. Necessary for the achievement of enterprise goals. Okay, അതാണ്. Then what is strategic management process? Management process means decision makers will implement strategy to improve the performance. And strategy are 4 types. Process is 4 types. And one is scanning, strategy formulation, implementation, and Evaluation. Then what is strategic leadership? Is the ability to influence others to make decisions for the long-term success and long-term Stability. What is the functions of a strategic leader? functions of a navigator, strategist, mobilizer, and entrepreneur, mobilizer, global thinker, captivator, change driver, a talent advocate, and enterprise guardian. Enterprise guardian. കഴിഞ്ഞ? Okay. Then next one, it is role of a company secretary, അല്ലേ? Yes. So company secretaryയുടെ റോൾസ് എന്തൊക്കെയാണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ലീഡർഷിപ്പിലായിട്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ എന്തൊക്കെയായിരുന്നു നെക്സ്റ്റ് പേജിലുണ്ടാവും. Secretary has stepped various crucial roles, such as AMP, compliance officer, internal auditor, GST professional, registered valuer, solvency professional, advisory board of directors, office planner, and strategic manager, etc. ഓക്കെ, യെസ്, അവരുടെ റോൾസ്. സോ റോൾസ് എന്ന് പറയുന്നത് ബേസിക്കലി നെക്സ്റ്റ് പേജിലുണ്ട്. സോ ഫസ്റ്റ് വൺ ഈസ് കംപ്ലയൻസ്. Second one is communication with stakeholders. And M is for managing board meetings and committee. And F is flawless disclosure and reporting. A is for advisory and R is for representing. So എന്തൊക്കെയാണ് കമ്പനി സെക്രട്ടറിയുടെ റോൾ ആസ് എ സ്ട്രാറ്റജിക് ലീഡർ? ഫസ്റ്റ് വൺ ഈസ് കംപ്ലയൻസ്. എന്തിനെയാണ് കംപ്ലൈ ചെയ്യേണ്ടത്? ലോസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ കംപ്ലൈ ചെയ്യണം. അതേപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ദെൻ ബോർഡ് മീറ്റിംഗ് ആൻഡ് കമ്മിറ്റി മീറ്റിംഗ്സ് നമ്മൾ മാനേജ് ചെയ്യണം. അതേപോലെ തന്നെ ഡിസ്ക്ലോഷേഴ്സും റിപ്പോർട്ടിങ്ങും ഫ്ലോലെസ് ആയിട്ട് ചെയ്യണം. ആൻഡ് അഡ്വൈസറി ആൻഡ് റെപ്രസെന്റിങ്. എന്താണ് അഡ്വൈസറി? വി ഗിവ് അഡ്വൈസസ്. കമ്പനി സെക്രട്ടറീസ് ഗിവ് അഡ്വൈസസ് ടു ആര്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് വേണ്ടിയിട്ട് അഡ്വൈസസ് കൊടുക്കും. എന്താ റെപ്രസെന്റിങ്? കമ്പനിക്ക് വേണ്ടിയിട്ട് റെപ്രസെന്റ് ചെയ്യണം. എവിടെ? NCLT, NCLAT തുടങ്ങിയ ട്രിബ്യൂണലുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? റെപ്രസെന്റ് ചെയ്യണം. ഇത്രയാണ് ആരുടെ റോള്? ആസ് എ കമ്പനി സെക്രട്ടറി, ആസ് എ സ്ട്രാറ്റജിക് ലീഡറിന്റെ റോളാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയായിരുന്നു? ഇറ്റ് ഈസ് CCM ഈസ് ഫാർ. സോ ഫസ്റ്റ് വൺ എന്താണ്? കംപ്ലയൻസ്. എന്താണ് നമ്മൾ കംപ്ലൈ ചെയ്യേണ്ടത്? ലോസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് ലോ ഓഫ് ദി ലാൻഡ്.
See, then communication with stakeholders. So എന്താണ് stakeholders? Stakeholders. What is the difference between a shareholder and a stakeholder? ഷെയർഹോൾഡറും സ്റ്റേക്ക് ഹോൾഡറും തമ്മിലുള്ള വ്യത്യാസം, അത് രണ്ടും ഒന്നാണോ? അറിയോ? So what is the difference between shareholder and a stakeholder? Both investors are shareholders. അറിയോ? So basically shareholders എന്ന് പറയുന്ന ആരാ? Shareholders are those who invested in this company. ഇവരെയാണ് നമ്മൾ എന്ത് പറയാ? ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയാം. പക്ഷെ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ മാത്രമാണോ കമ്പനിയിൽ ഇൻട്രസ്റ്റഡ്? അല്ല. ഡെഫിനറ്റ് ആയിട്ടും ഇൻവെസ്റ്റേഴ്സിനെ പോലെ തന്നെ ഈ കമ്പനിയുടെ കാര്യങ്ങളെ നോക്കാൻ ആർക്കും കൂടി ഇഷ്ടമുണ്ട്. ലൈക്ക് എംപ്ലോയീസ് ആർ ഇൻട്രസ്റ്റഡ്, നമ്മളുടെ സപ്ലയേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ us, ഗവൺമെന്റ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ us. കാരണം നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ദേ വിൽ ഗെറ്റ് ടാക്സ്. സോ ഇതുപോലെ കമ്പനിയുടെ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ള എല്ലാ വ്യക്തികളെയും കൂട്ടി വിളിക്കുന്ന പേരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ക്ലിയർ ആണോ? സോ ഇവിടെ ആരെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്? ആരോടാ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? എൻറ്റയർ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടാണ്. അതായത് ഇൻവെസ്റ്റേഴ്സിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എംപ്ലോയീസിനോട്, സപ്ലയേഴ്സിനോട്, ആൻഡ് ഓൾസോ ഗവൺമെന്റിനോട് വരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്? കമ്പനി സെക്രട്ടറീസിന് ഉണ്ട്. Then managing board meeting and committee meetings. അല്ലെ, ഒബ്വിയസ്ലി നമുക്കറിയാം AGM ആയാലും ബോർഡ് മീറ്റിംഗ് ആയാലും എല്ലാം കൺവീൻ ചെയ്യേണ്ടതും എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ആരാണ്? കമ്പനി സെക്രട്ടറി ആണ്. സോ അതൊരു റെസ്പോൺസിബിലിറ്റി ആണ്. Then flawless disclosure and reporting. Now കമ്പനി സെക്രട്ടറിയിൽ എന്തിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? ലൈക്ക് ഡിസ്ക്ലോഷേഴ്സ് ആൻഡ് റിപ്പോർട്ടിംഗ് എവിടെയാണ് ചെയ്യുന്നത്? ഒരു ഡോക്യുമെന്റ്, മീറ്റിംഗ് ഇറ്റ്സ് ഓക്കെ, ഒരു ഡോക്യുമെന്റ്, വിച്ച് ഡോക്യുമെന്റ്, എവിടെയാണ് കമ്പനി സെക്രട്ടറി റിപ്പോർട്ട് ചെയ്യുന്നത്? അറിയോ? എവിടെയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്? ബേസിക്കലി ഓക്കെ, ബേസിക്കലി ഒരു കമ്പനി, ഈ കമ്പനി ഒരു വർഷം പെർഫോം ചെയ്ത് ഫോർ എക്സാമ്പിൾ 300 crores അവർക്ക് റവന്യൂ ഉണ്ട്, ഓർ ദേ ഹാവ് എ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് വിചാരിക്കുക. who prepares a financial statement? Okay, basic. Okay, നമുക്ക് ഒരു അക്കൗണ്ട്സ് ഉണ്ട്. ഓക്കെ, who prepare the accounts? ആരാണ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്? ഓക്കെ, ബേസിക്കലി അതിനു മുമ്പൊക്കെ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് എ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്? എക്സിക്യൂട്ടീവിൽ പഠിച്ച വാട്ട് അബൌട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്? അങ്ങനെയാണോ? Can you identify what's the difference between books of accounts and financial statements, or both are the same? Books of accounts, financial statements, or both are the same? രണ്ടും ഒന്നാണോ? രണ്ടും വേറെയാണോ? ഇനി വേറെ ആണെങ്കിൽ രണ്ടും എന്താണ്? ഒന്നാണെങ്കിൽ ഇതിൽ എന്തൊക്കെയുണ്ട്? ബേസിക്കലി ഒരു കമ്പനിയുടെ ഫ്ലോ എങ്ങനെയാണ്? ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് പിന്നെ അത് റെക്കോർഡ് ചെയ്ത് പോകുന്നത്? ജേണലായിട്ട്, ലെഡ്ജർ ആയിട്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിട്ട്, ബാലൻസ് ഷീറ്റ് ആയിട്ട്, ഓക്കെ, ഇതിനൊക്കെ എന്താ വിളിക്കുക? വാട്ട് ആർ ദി കോൾഡ് ആസ്? സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സ് ആണ്. ജേണൽ ഒരു ഡോക്യുമെന്റ് ആണ്, ലെഡ്ജർ ഒരു ഡോക്യുമെന്റ് ആണ്, ട്രയൽ ബാലൻസ്, P&L. എനിക്കറിഞ്ഞൂടാ, ഞാൻ ചോദിച്ചാ ആണോ? സോ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ എല്ലാ ഡോക്യുമെന്റിനെയും കൂട്ടി വിളിക്കുന്ന പേരാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. കമ്പനിയുടെ എൻറ്റയർ ഡോക്യുമെന്റിനെ വിളിക്കുന്ന പേരാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. സോ വാട്ട് അബൌട്ട് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്?
So this is the first stage. Now what is financial statements? അതൊക്കെ ഇതിൽ പെട്ടു. ഇതിന്ന് കുറച്ച് ഡോക്യുമെന്റ്സ് കൂടുന്നതാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇതിൽ ഫിൽട്ടർ ചെയ്ത കുറെ ഡോക്യുമെന്റ്സിനെയാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉള്ളത്. സോ വാട്ട് ആർ ദാറ്റ് ഫിൽട്ടേർഡ് ഡോക്യുമെന്റ്സ്? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എക്സിക്യൂട്ടീവ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ദർ ഈസ് സെക്ഷൻ 2 സബ്സെക്ഷൻ 40. എന്താണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു സംഭവമുണ്ട്. വാട്ട് ഈസ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അറിയോ? ഓക്കെ, സോ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഈസ് സിംപ്ലി profit and loss account, balance sheet, cash flow statement, statement of change of equity, and notes to accounts. So ഇത്രയും ഡോക്യുമെന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. നൗ ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആരാണ് സൈൻ ചെയ്യുന്നത്? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് സൈൻ ചെയ്യുന്നത് ആരാണ്? ആരായിരിക്കും? ഓക്കെ, ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഈസ് സൈൻഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. Okay, when board of directors sign this document, this become final financial statements. Okay, ഇതുവരെക്കും ഇതെന്താണ്? ഡ്രാഫ്റ്റ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇവർ സൈൻ ചെയ്യുന്നതോട് അതെന്തായി മാറും? ഫൈനൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും. Then what's the process? ഈ ഫൈനൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വന്നു കഴിഞ്ഞാൽ then what happens next? അറിയോ? Okay, then it is audited by a chartered accountant. Audited by a chartered accountant, then it will become what? Audited financial statements. Then next process audited financial statements പിന്നെന്തേ? അല്ല, നിങ്ങൾക്ക് അറിയില്ല എന്നറിയാം, ഞാൻ ജസ്റ്റ് ബ്രെയിൻ സ്റ്റോം ചെയ്യാണ്. ഓഡിറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പിന്നീട് എന്ത് ചെയ്യാം? എന്തായിരിക്കും ചെയ്യുന്നത്? Now it is presented in a general meeting. Okay, ഈ general meeting present ചെയ്യുന്നു. If it is approved, it is called as adopted financial statement. Okay, adopted financial statements. ഈ adopted financial statements ആണ് within 60 days നമ്മൾ രജിസ്ട്രാർക്ക് എത്തിച്ച് കൊടുക്കേണ്ടത്. Okay, now okay, now ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ചിട്ട് there are 3 reportings. So first reporting is done by the director. എവിടെയാണ്? in board report. board reportന്റെ സെക്ഷൻ അറിയോ? it is section 134. okay, then it is reported by a chartered accountant. എവിടെ റിപ്പോർട്ട് ചെയ്യാം? obviously it is reported in audit report. okay, ഏതാ സെക്ഷൻ? section 139. okay, then it is reported by a CS. എവിടെ റിപ്പോർട്ട് ചെയ്യാം? in secretarial audit. section 214. okay, and it is also reported by a cost and management accountant in cost audit report. എവിടെ റിപ്പോർട്ട് ചെയ്യാം? സെക്ഷൻ അറിയോ? സെക്ഷൻ 148. okay, so ഇതാണ് entire procedure. so നമ്മൾ എവിടുന്നാ വന്നേ? we came from books of accounts. എന്തൊക്കെയായിരുന്നു നമ്മളുടെ പരിപാടികൾ? സ്റ്റെപ്പ് എന്തായിരുന്നു? സ്റ്റെപ്സ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആരുണ്ടാക്കും? ഒരു ബേസിക് അക്കൗണ്ടന്റ് ഉണ്ടാക്കും. ആ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നിന്നും ഫൈനാൻസ് മാനേജർ എന്തെടുത്തോണ്ട് വരും? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എടുത്തോണ്ട് വരും. ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സൈൻ ചെയ്യും. സോ ഇറ്റ് ബിക്കം ഫൈനൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആരാണ് ഓഡിറ്റ് ചെയ്യുന്ന? ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഡിറ്റ്. then it become audited financial statements. ഈ audited financial statement then it is presented in the general meeting, then it come, and if it is approved it become adopted financial statements. ഈ adopted financial statement then it is sent to the registrar. okay, ഇതിനെപ്പറ്റി ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ചിട്ട് പലവരും കമന്റ് ചെയ്യും.
ഓക്കെ, ഈ കമന്റ് ചെയ്യുന്ന 4 വ്യക്തികളാണ് കമന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഡയറക്ടർ, ദേ കമന്റ് ഇറ്റ് ഇൻ ബോർഡ് റിപ്പോർട്ട്. ദെൻ CA in audit report, CS in secretarial audit report, and CMA in cost audit report. Clear ആണോ? So basically നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, ഫങ്ഷൻസ് എന്താണ് ആസ് എ സ്ട്രാറ്റജിക് ലീഡർ? We should comply with rules and regulation. So strategic management എഴുതുമ്പോൾ നിങ്ങൾക്ക് ഈ സെക്ഷൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. ലൈക്ക് ആസ് എ കമ്പനി സെക്രട്ടറി ഏതാ കംപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ? യു ഷുഡ് കംപ്ലൈ വിത്ത് സെക്ഷൻ 214 ഓഫ് ദി കമ്പനീസ് ആക്ട്. സോ ദെൻ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ദെൻ യു ഷുഡ് മാനേജ് ബോർഡ് മീറ്റിംഗ് ആൻഡ് കമ്മിറ്റി മീറ്റിംഗ്സ്. എത്ര ബോർഡ് മീറ്റിംഗ്സ് ഉണ്ടാവും ഒരു വർഷം? For a normal company, it is 4. For Section 8 company, it is 2. Once in 6 months, or once in first half of the calendar year and one in second half of the calendar year. Then, flawless disclosure and reporting. Every report here, you report it in 214 and directors report it in 134. So 134 is board report, 214 is secretarial audit report. Then advisory, ആരെ അഡ്വൈസ് ചെയ്യുന്നത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെയാണ് അഡ്വൈസ് ചെയ്യുന്നത്. എവിടെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? യു റെപ്രസെന്റ് ഇറ്റ് ഇൻ കമ്പനി ലോ ട്രിബ്യൂണൽ, NCLT, NCLAT, ചേംബർ ഓഫ് കോമേഴ്സ്, MCA, അതൊക്കെ അതിൽ വരുന്നതാണ്. സോ ഇതിന്റെ കോഡ് വേർഡ് എന്താ? CCM ഈസ് ഫാർ. ഓക്കെ, യെസ്. എന്തൊക്കെയാണ് വരുന്നത്? കംപ്ലയൻസ് വരുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് വരുന്നുണ്ട്, ദെൻ മാനേജിംഗ് ബോർഡ് മീറ്റിംഗ് ആൻഡ് കമ്മിറ്റി വരുന്നുണ്ട്, F ഫ്ലോലെസ് ഡിസ്ക്ലോഷർ ആൻഡ് റിപ്പോർട്ടിംഗ് വരുന്നുണ്ട്, A ഫോർ അഡ്വൈസറി ആൻഡ് R ഫോർ റെപ്രസെന്റേറ്റീവ്. ക്ലിയർ ആണോ? ദിസ് ഈസ് ദ റോൾ ഓഫ് എ കമ്പനി സെക്രട്ടറി. 2 minutes മൊത്തത്തിൽ പിടിക്കും. നല്ല ജോലിയാണല്ലേ. ഫസ്റ്റ് തൊട്ട് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും. സോ യു വിൽ ലേൺ. കഴിയും. ഡൺ. ഓക്കെ, സോ പറയുക. ചാൻഡലർ, long term determination of എന്തൊക്കെയാ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്? പ്ലാൻ ദ കോഴ്സ് ഓഫ് ആക്ഷൻ. allocating resources necessary for the to achieve the goal. Okay, then strategic management process, what is the definition? Decision makers will implement strategy to improve the performance and 4 steps, scanning, interpretation, formulation, and evaluation. Okay, then strategic leadership. It is the ability to influence others to ultimately make long-term success and long-term leadership. Okay, then strategic leadership functions. Navigator, strategist, mobilizer, advice guardian, advocate, and this is the leader, captivator, and change trader. Okay,
Then about strategic company secretary as a strategic leader. Compliance with law and regulations, communicating with stakeholders, managing board meetings and committee meetings, flawless disclosures and reporting, advising board of directors and representing oversight chambers. Okay, yes. സോ ഇനി നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്നത് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിലോട്ടാണ്. ഓക്കെ, നൗ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിലോട്ട് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് സ്ട്രാറ്റജിക് പ്ലാനിങ്സ് ഡെഫിനിഷൻ ഈസ് ആസ് ഇക്വാലന്റ് ടു സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. സോ എയ്തർ നിങ്ങൾക്ക് ആ ഡെഫിനിഷൻ പഠിക്കാം, അത് വായിച്ചു നോക്കൂ. സ്ട്രാറ്റജിക് പ്ലാനിങ് ഒന്ന് വായിച്ചു നോക്കൂ, ഒന്ന് റീഡ് ഔട്ട് ചെയ്യുക. സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന്റെ ഡെഫിനിഷൻ ഒന്ന് റീഡ് ഔട്ട് ചെയ്യുക. Strategic planning is an organization process of defining its strategy or direction and making decisions and allocating the resources to pursue the strategy. സോ ബേസിക്കലി അതെന്താണ്? ഇറ്റ് ഈസ് സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ അതേ ഡിസിഷൻ ആണ്. അതായത് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നു, ലോങ് ടേം ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നു, പ്ലാൻ ഓഫ് ആക്ഷൻ സെറ്റ് ചെയ്യുന്നു, റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നു, ആൻഡ് ദെർബൈ അച്ചീവിംഗ് ദ ഗോൾസ് ആൻഡ് സെയിം ഇക്വലൻ. സോ ചാൻഡലറിന്റെ അതേ ഡെഫിനിഷൻ നിങ്ങൾക്ക് എവിടെ യൂസ് ചെയ്യാം? യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ സ്ട്രാറ്റജിക് പ്ലാനിങ് ഓൾസോ. ക്ലിയർ? സോ ഇനി എന്താണ് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സ് എന്നുള്ളതിലേക്കാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ എ സ്ട്രാറ്റജിക് പ്ലാനിങ് ആൻഡ് ഫോർ എവരിബഡി, ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് എന്തായിരിക്കും? ഇറ്റ് ഈസ് വിഷൻ. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ, ഇതൊക്കെ എന്താന്ന് ഞാൻ പറഞ്ഞത്. ദെൻ ദ സെക്കൻഡ് വൺ ഈസ് മിഷൻ. ദെൻ ദ തേർഡ് വൺ ഈസ് goal. Fourth one is analyzing of internal environment. Then it is analyzing of external environment. Okay, then it is implementing and all other steps. That finding of SWOT. Then എന്താ നമ്മൾ പെർഫോം ചെയ്യേണ്ടത്? SWOT നമ്മൾ പെർഫോം ചെയ്യണം. ഞാൻ എന്താന്ന് പറഞ്ഞുതരാം. ആൻഡ് ലാസ്റ്റ് വൺ, ഫോർമുലേറ്റ് എ സ്ട്രാറ്റജി. സോ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ, ആൻഡ് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് യുവർ വിഷൻ, വാട്ട് ഈസ് യുവർ മിഷൻ ആൻഡ് വാട്ട് ഈസ് യുവർ ഗോൾ? സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന്റെ കാര്യമല്ല പറഞ്ഞാൽ, നിങ്ങളുടെ വിഷൻ എന്താണ്, നിങ്ങളുടെ മിഷൻ എന്താണ്, നിങ്ങളുടെ ഗോൾ എന്താണ്. സോ അതിൽ നിന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം വാട്ട് ഈസ് വിഷൻ, വാട്ട് ഈസ് മിഷൻ ആൻഡ് വാട്ട് ഈസ് ഗോൾ. റൈറ്റ്? യെസ്, ടേക്ക് 2 minutes. വാട്ട് ഈസ് യുവർ വിഷൻ, വാട്ട് ഈസ് യുവർ മിഷൻ ആൻഡ് വാട്ട് ഈസ് യുവർ ഗോൾ? ബേസിക്. അതെന്താന്ന് പറഞ്ഞു തരണം ഓരോന്നും. ഓക്കെ, സോ വിഷൻ മീൻസ് ബിഫോർ ഡെത്ത് വേർ യു ഷുഡ് ബി. ദാറ്റ് ഈസ് വിഷൻ. മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടെ ആയിരിക്കണം, നിങ്ങൾ ഈ പൊസിഷനിലായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഇത് അച്ചീവ് ചെയ്തിരിക്കണം. ദ ലാസ്റ്റ് എയിം ഓഫ് യുവർ ലൈഫ്, ദാറ്റ് ഈസ് വിഷൻ. മിഷൻ മീൻസ് ആ എയിമിലോട്ട് ഹൗ യു വിൽ ട്രാവൽ. സി ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങോട്ട് വരണമെങ്കിൽ അവിടെ നിന്ന് ബസ് കയറണം, ബസ് ഇറങ്ങി സ്റ്റാൻഡിൽ ഇറങ്ങണം, ദെൻ അവിടെ നിന്ന് ഓട്ടോ പിടിക്കണം, ദെൻ യു ഷുഡ് റീച്ച് ഇറ്റ്. സോ ദർ വിൽ ബി സ്റ്റെപ്സ്. സോ നിങ്ങൾക്ക് ലാസ്റ്റ് എയിം കമ്പനി സെക്രട്ടറി ആണെങ്കിൽ യു ഷുഡ് പാസ് ദ CSET, ദെൻ യു ഷുഡ് പാസ് ദി എക്സിക്യൂട്ടീവ്, ദെൻ യു ഷുഡ് ഡു ദ ട്രെയിനിങ്, ദെൻ യു ഷുഡ് പാസ് ദി ഫൈനൽസ്. ഇതേപോലെ നിങ്ങളുടെ ആ ലാസ്റ്റ് എയിം അച്ചീവ് ചെയ്യണമെങ്കിൽ ദർ വിൽ ബി സം സ്റ്റെപ്സ് ടു കവർ. ദെൻ ഗോൾ ഈസ് where are you now and what you are going to do next for that. Clear? So that is vision, mission and goal. So 2 minute ഈസി അല്ലേ? നമുക്ക് എന്തായാലും അത് ഉണ്ടാവും. സോ അത് നിങ്ങൾക്ക് പറയണമെന്നേ ഉള്ളൂ. 2 minutes, 2:28. ഇന്ന് നമുക്ക് വേറെ കുറച്ച് ആക്ടിവിറ്റി ഉണ്ട് അല്ലേ? Okay, 2:28. What is your mission? So ഈ 3 points നമുക്ക് കവർ ചെയ്യാം. എന്ത് വേണമെങ്കിലും പറയല്ല, നിങ്ങളുടെ എന്താണെങ്കിലും അത് പറയാം. വിഷൻ എന്താണ്, മിഷൻ എന്താണ്, ഗോൾ എന്താണ്, ദെൻ റെസ്റ്റ് അത് നമുക്ക് നോക്കാം.
യെസ്, പറഞ്ഞോളൂ. വേണോ ഇനി ഒരു ഓക്കെ 1 more minute? ഇത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്തല്ലേ. ഓക്കെ, 2:30. ലെറ്റ് ഇറ്റ് ബി 2:30. ഞാൻ ബേസിക് സിമ്പിൾ ആയിട്ടുള്ള കാര്യം ചോദിച്ചിട്ടുള്ളൂ. വിഷൻ എന്താണ്, വിഷൻ എന്താണ്, ഗോൾ എന്താണ്. ഓക്കെ, 1 more minute. ഇവിടെ ഒന്ന് പറയണോ? ടൈമും ആവുന്നില്ലല്ലോ. യെസ്, ആ ഇത്രേ ഉള്ളൂ. കമ്പനി സെക്രട്ടറി ആവാൻ വേണ്ടി ജനിച്ചതാ. ആ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇംപ്രൂവ് ആക്കണം. സി, ഐ നീഡ് ഇറ്റ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ്. ക്വാണ്ടിറ്റേറ്റീവ് ടേംസ് എന്ന് പറഞ്ഞാൽ ഐ ഷുഡ് മേക്ക് 100 crores. ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ് അല്ല, ക്വാണ്ടിറ്റേറ്റീവ്. ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ വിഷൻ അങ്ങനെ മതി. അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ. വിഷൻ ഈസ് 1 lakh salary. മിഷൻ for that what you should do, step by step. എങ്ങനെ അങ്ങോട്ട് അച്ചീവ് ചെയ്യും? ട്രെയിനിങ് ചെയ്തു. ഏത് തരം ഏത് കമ്പനിയിൽ കയറിയാലായിരിക്കും നമുക്ക് ആ വിഷനിലോട്ട് എത്താൻ പറ്റുക? കൈൻഡ് ഓഫ് പാസ്സാവണം, അതാണ് ഗോള്. ഓക്കെ, ഇയാളുടെ 6 to 8 lakh. എനിവേ, അപ്പൊ അതാണ് വിഷൻ, മിഷൻ ആൻഡ് ഗോൾ. അതെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായി. സോ വിഷൻ ഈസ് ദി ലാസ്റ്റ് എൻഡ്, അഥവാ നമ്മളുടെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്. അതിലോട്ട് എങ്ങനെ എത്തും എന്നുള്ളതാണ് വിഷൻ. ആൻഡ് വാട്ട് യു ആർ ഡൂയിങ് നെക്സ്റ്റ് ഈസ് ദ ഗോൾ. നൗ വാട്ട് ഈസ് ഇന്റേണൽ എൻവിറോൺമെന്റ്? ഇന്റേണൽ എൻവിറോൺമെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സോ ബേസിക്കലി ഇതിനെന്താ നമ്മൾ വിളിക്കുക? ഇറ്റ് ഈസ് സ്ട്രാറ്റജിക് പ്ലാനിങ് സൈക്കിൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എന്താണ് ഇതിന് നമ്മളിപ്പോ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. എന്താ പറഞ്ഞ? ചാൻഡലറിന്റെ അതേ ഡെഫിനിഷൻ തന്നെയാണ് എന്തിന്റെ ഡെഫിനിഷൻ? സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന്റെ ഡെഫിനിഷൻ എന്ന് പറയാം. എന്തായിരുന്നു അത്? നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യുന്നു, പ്ലാൻ ഓഫ് ആക്ഷൻ എടുക്കുന്നു, റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നു, ഗോൾസ് അച്ചീവ് ചെയ്യുന്നു. അത് തന്നെയാണ് എന്തിന്റെ ഡെഫിനിഷൻ? സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന്റെ ഡെഫിനിഷൻ. അപ്പൊ സിംപ്ലി എന്താണ്? സ്ട്രാറ്റജിക് മാനേജ്മെന്റ് തന്നെയാണ് എന്ത്? സ്ട്രാറ്റജിക് പ്ലാനിങ്. പക്ഷെ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന് ഒരു സൈക്കിൾ ഉണ്ട്. ആ സൈക്കിൾ എവിടുന്നാ തുടങ്ങുന്നത്? നമ്മൾ ആദ്യം വിഷൻ സെറ്റ് ചെയ്യുന്നു, അതിന്റെ മിഷൻ സെറ്റ് ചെയ്യുന്നു, ഗോൾ ഐഡന്റിഫൈ, അതായത് നെക്സ്റ്റ് പ്രോസസ് ഐഡന്റിഫൈ ചെയ്യുന്നു. ദെൻ വാട്ട് ഷുഡ് ഐഡന്റിഫൈ? ഇന്റേണൽ എൻവിറോൺമെന്റ്. ഇന്റേണൽ എൻവിറോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ?
നമ്മളെ എംപ്ലോയീസ് ഏത് തരത്തിലുള്ള എംപ്ലോയീസ് ആണ്, നമ്മളുടെ ഉള്ളിലുള്ള അന്തരീക്ഷം എങ്ങനത്തെ അന്തരീക്ഷമാണ്, നമ്മൾക്ക് എവിടെ നിന്നാണ് നമ്മൾ മെറ്റീരിയൽസ് പ്രൊക്വയർ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്റേണൽ, അതായത് കമ്പനിയുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്റേണൽ എൻവിറോൺമെന്റ് പറയുന്നത്. ദെൻ എക്സ്റ്റേണൽ എൻവിറോൺമെന്റ്, ഗവൺമെന്റിന്റെ റെഗുലേഷൻസ് എങ്ങനെയാണ്, സപ്ലയേഴ്സ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് എക്സ്റ്റേണൽ എൻവിറോൺമെന്റ്. ആൻഡ് SWOT ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന എൻവിറോൺമെന്റിന്റെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, ത്രെറ്റ് എന്താണ്, ഇത് ഐഡന്റിഫൈ ചെയ്യുന്നു. ഇതിന്റെ ഒക്കെ ബേസിലായിരിക്കണം നമ്മൾ എന്ത് ഫോർമുലേറ്റ് ചെയ്യേണ്ടത്, സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഈ സൈക്കിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രാറ്റജിക് പ്ലാനിങ് സൈക്കിൾ. ക്ലിയർ ആണോ? സോ എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ ഈസ് വിഷൻ, മിഷൻ, ഗോൾ, internal environment, external environment, then SWOT and formulating a strategy. ഇതാണ് എന്തിന്റെ സൈക്കിൾ എന്ന് പറയുന്നത്, സ്ട്രാറ്റജിക് പ്ലാനിങ് സൈക്കിൾ എന്ന് പറയുന്നത്. സോ നമ്മൾ എന്തൊക്കെ കവർ ചെയ്ത്, ഫസ്റ്റ് ഓഫ് ഓൾ സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻ ബൈ ചാൻഡലർ, ദെൻ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസിന്റെ ഡെഫിനിഷൻ, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസിന്റെ ഫങ്ഷൻസ്, സ്ട്രാറ്റജിക് ലീഡർഷിപ്പിന്റെ ഫങ്ഷൻസ്, then strategic leader as a company secretary as a strategic leader എന്താണ്, അവരുടെ ആ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, then we talked about strategic planning and strategic planning cycle. ക്ലിയർ ആണോ? നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്നത്, there are some advantages and disadvantages for strategic planning. എന്താണ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. So it's basically, we tell it as so സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ C stands for control. സോ നമുക്കൊരു സ്ട്രാറ്റജിക് പ്ലാനിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും, we have proper control. അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് R ഈസ് ഫോർ വി ആർ റിസൾട്ട് ഓറിയന്റഡ്. അവിടെ റിസൾട്ട് വരും, ബിക്കോസ് നമുക്ക് എന്തുണ്ട്, വിഷൻ അറിയാം, നമ്മളുടെ മിഷൻ അറിയാം, ഗോളും അറിയാം, അതിലേക്ക് എത്താനുള്ള സ്ട്രാറ്റജിയും നമ്മളുടെ കയ്യിലുണ്ട്. സോ ബേസിക്കലി വി വിൽ ഗെറ്റ് റിസൾട്ട്സ്. ദെൻ പ്രോബ്ലം സോൾവിംഗ്. P stands for problem solving. F stands for focus. അല്ലെ, എയിം ഉള്ള ഒരാൾക്ക് there will be focus, then there will be teamwork, then there will be communication. സോ എന്തൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്? ഇൻക്രീസ്ഡ് കൺട്രോൾ, ഗുഡ് റിസൾട്ട്സ്, പ്രോബ്ലം സോൾവിംഗ്, ഫോക്കസ്, ടീം വർക്ക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇതാണ് എന്ത് അഡ്വാൻറ്റേജസ്. ബട്ട് എന്ത് അഡ്വാൻറ്റേജസ് അല്ല, ഇറ്റ് ഈസ് നോട്ട് CID. എന്താണ് C ഈസ് കോസ്റ്റ്. ഈ പ്രോസസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഹ്യൂജ് കോസ്റ്റ്, കാരണം ഇതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യണം. Then second one is implementation. പ്ലാനിൽ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, we should also implement it. And D is for development of poor plans. അല്ലെ, പ്ലാൻസ് നന്നായാൽ മാത്രമേ റിസൾട്ട്സ് ഉണ്ടാവുള്ളൂ. സോ പുവർ പ്ലാൻസ് ആണെന്നുണ്ടെങ്കിൽ റിസൾട്ട്സ് ഉണ്ടാവില്ല. സോ വാട്ട് വി കോൾഡ് CRPF, take care, but it is not CID. Okay, so എന്താണ്? C means there will be better control, there will be better results, there will be problem solving, focus, teamwork and communication, but there will not be the disadvantages. എന്താണ്? Cost, there will be increased cost, implementational problems and poor planning. ഇത്രയും ഉണ്ടാവും. ഓക്കെ, ഇതാണ് എന്തിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ് ഓർ സ്ട്രാറ്റജിക് പ്ലാനിങ് സൈക്കിളിന്റെ advantages and disadvantages. Okay, yes, so it is basically control, result, problem solving, focus, teamwork, communication, but not cost, implementational problems and development of poor plans. Clear ano? Yes. So 1 minute edukka, again come again from this chart.
കഴിഞ്ഞ ഫുൾ ഓക്കെ. സോ എന്തൊക്കെയായിരുന്നു? സോ ഇത് നമ്മളുടെ ഫസ്റ്റ് സെഷൻ. ഫസ്റ്റ് സെഷൻ മീൻസ് ഫസ്റ്റ് നമ്മൾ എന്താ പറയുക, സ്ട്രാറ്റജികളെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കും. ആ സ്ട്രാറ്റജി പോർഷൻ ഈസ് ഓവർ. ഇനി നമ്മൾ ആ CSR പോർഷനിലോട്ടാണ്. സോ സ്ട്രാറ്റജി പോർഷനിൽ ഇപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഫസ്റ്റ് ഓഫ് ഓൾ, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആറ്റ് ഇറ്റ്സ് ഡെഫിനിഷൻ, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ് ആൻഡ് ഡിഫറെന്റ് സ്റ്റെപ്സ്, strategic leadership, right? Then strategic leadership functions, strategic planning, sorry, no, strategic leader, company secretary as a strategic leader, then strategic planning cycle, then its advantages and disadvantages. ഇത്രയാണ് നമ്മളുടെ സ്ട്രാറ്റജി എന്ന് പറയുന്ന ഏരിയ. നൗ എനിക്ക് വേണ്ടത്, നിങ്ങൾ യു ഷുഡ് ടെൽ മീ അബൌട്ട് CSR, corporate social responsibility, its limits and schedule 7. So simply schedule 7 അതിലുണ്ട്. സോ ഷെഡ്യൂൾ 7 നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാം. ബട്ട് ലിമിറ്റ്സ് അതിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. സോ ലിമിറ്റ്സിന്റെ ചോദ്യം ചോദിക്കും. ഓക്കെ, പ്രോബ്ലം ഉണ്ടാവും. ആവറേജ് എത്ര CSR കൊടുക്കണം എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. സോ എനിക്ക് എന്താ വേണ്ടേ? I should know about the limits and schedule 7. ഷെഡ്യൂൾ 7 അതിലുണ്ട് എന്തിനൊക്കെ യൂസ് ചെയ്യാം, എന്തിനൊക്കെ പറ്റില്ല എന്നുള്ളത്. ബട്ട് ആ ലിമിറ്റ്സ് നിങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്തിട്ട് തെറ്റിക്കോട്ടെ, നോ ഇഷ്യൂസ്. പക്ഷെ നിങ്ങളുടെ മൈൻഡിലുള്ളത് ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാം. സെക്ഷൻ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. സെക്ഷൻ 135. ഓക്കെ, 2 minutes ജസ്റ്റ് എവിടെയെങ്കിലും എഴുതി വെച്ചാൽ മതി. കിട്ടിയ ഇല്ലേ? എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടാവുമല്ലോ.
നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് വർത്ത്, ടേൺ ഓവർ, നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് വർത്ത്, ടേൺ ഓവർ, നെറ്റ് പ്രോഫിറ്റ്. ഇങ്ങനെയാണോ ഓർഡർ? ഇതായിരോ? അല്ല, എന്നാ പറ, നോക്കാം നമുക്ക്. ടേൺ ഓവർ 1000. ഓക്കെ. So this is 5. So കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ 500 crore or above നെറ്റ് വർത്തോ 1000 crore or above ടേൺ ഓവറോ 5 crore or above നെറ്റ് പ്രോഫിറ്റോ ഉണ്ടെങ്കിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യണം. ഫൈൻ. നൗ അതിന്റെ ലിമിറ്റ് 2% ഓഫ് ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് preceding 3 years. Okay. Yes, fine. So my question is, what if company has only operated for 1 year? കമ്പനി 1 വർഷം ഓപ്പറേറ്റ് ചെയ്തു, പക്ഷെ ഒറ്റ വർഷത്തിൽ തന്നെ ഈ ലിമിറ്റ്സ് എല്ലാം ക്രോസ് ചെയ്തു. അങ്ങനെയാണോ? വാട്ട് ഇഫ് ഇറ്റ് ഓൺലി ഓപ്പറേറ്റഡ് ഫോർ 2 years? വാട്ട് ഇഫ് ഇറ്റ് ഓപ്പറേറ്റഡ് ഫോർ ഓൺലി 1.5 years or 2 years or 3 years? എന്താണ് അതിന്റെ റൂൾ? അല്ല, ഞാൻ എന്റെ ഡൗട്ട് ചോദിച്ചാൽ ഇതൊക്കെ 3 years ആവറേജ് ഫൈൻ. പക്ഷെ എങ്ങനെ അവർ ചോദിക്കുകയാണ്, വാട്ട് ഇഫ് ദ കമ്പനി ഓൺലി ഓപ്പറേറ്റഡ് ഫോർ 1 year ആൻഡ് ഇറ്റ് ക്രോസ് ദ ലിമിറ്റ്സ്? 2% ഓഫ് 1 year പ്രോഫിറ്റ്. ബാക്കിലോട്ടില്ല ഇയർ, ആ ഒരു ഇയറേ ഉള്ളൂ. അപ്പൊ എന്താ ചെയ്യാ? So it's basically 2% of average net profit of previous 3 years. അതിൽ കുറവാണെങ്കിൽ it is 2% of that year. 1 year ആണെന്നുണ്ടെങ്കിൽ that year, or 2 years ആണെന്നുണ്ടെങ്കിൽ 2 years in average. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, കാൽക്കുലേഷൻ വരുവേ സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ ഉണ്ട്. ഓക്കെ, ദെൻ എന്ത് ആക്ടിവിറ്റികൾക്കെല്ലാം ചെയ്യാൻ പാടില്ല, അത് ആ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. എന്ത് ആക്ടിവിറ്റികളെല്ലാം ചെയ്യാൻ പാടില്ല എന്നുള്ളത്. സോ ഏതൊക്കെയാണ് ആക്ടിവിറ്റീസ്? അല്ല, അതിന്റെ മലയാളം പറഞ്ഞാൽ മതി. ഇറ്റ്സ് ഓക്കെ. അത് ശരി. നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ നമ്മളുടെ പ്രോഡക്ട്സിനോ സർവീസസിനോ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല, നമ്മളുടെ എംപ്ലോയീസിന് ചെയ്യാൻ പാടില്ല. പിന്നെ സ്പോർട്സിന്റെ എന്താ പറയണേ? ഇഫ് ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ഇന്ത്യ, ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ ചെയ്യാൻ പാടില്ല. പിന്നെ ചെയ്യാൻ പാടില്ല 182. ശരി. പ്രോഡക്ട്സിനോ സർവീസസിനോ വേണ്ടി ചെയ്യാൻ പാടില്ല. അതായത് ESI PF ഒക്കെ കൊടുക്കുന്നതിന് പകരം CSRലോട്ട് വെക്കാൻ ഒന്നും പാടില്ല. സോ ബേസിക് ഫസ്റ്റത്തെ പറഞ്ഞില്ല, ബാക്കിയെല്ലാം പറഞ്ഞു. COVID-19 അതില്ല, ടെക്സ്റ്റിലില്ല. ഓക്കെ. സോ COVID-19 റിസർച്ചസ് ഒന്നും CSR ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. ഓക്കെ. സോ ബേസിക്കലി ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് ചെയ്യാൻ പാടില്ല, പ്രോഡക്ട്സ് ഓഫ് സർവീസിന്റെ സ്പോൺസർഷിപ്പോ അഡ്വർടൈസ്മെന്റോ ചെയ്യാൻ പാടില്ല, എംപ്ലോയി ബെനിഫിറ്റ്സിന്റെ ചെയ്യാൻ പാടില്ല, സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻസ് ചെയ്യാൻ പാടില്ല, COVID-19 ചെയ്യാൻ പാടില്ല. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? സ്പോർട്സ് ഇഫ് ഇറ്റ് ഈസ് ഇന്റർനാഷണൽ, ഇഫ് ഇറ്റ് ഈസ് ഡൺ ഇന്റർനാഷണൽ, അതും നമ്മള് CSR ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാൻ പാടില്ല. സോ ബേസിക്കലി CSR ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ട് CSR ആക്ടിവിറ്റി നടത്തുമ്പോൾ അനദർ അസൈൻമെന്റ്, CSR ആക്ടിവിറ്റി നടത്തുന്ന സമയത്ത് വി ഷുഡ് ഫോം എ CSR കമ്മിറ്റി അല്ലെ? ആ CSR കമ്മിറ്റിയുടെ കോമ്പോസിഷൻ എങ്ങനെയാണ്? മീൻസ് ഇത്ര ഡയറക്ടേഴ്സ്, ഒരു സംഭവം ഉണ്ടല്ലോ. ഓക്കെ, 1 minute ഡിസ്കസ് ചെയ്യുക.
CSR കമ്മിറ്റിയുടെ കോമ്പോസിഷൻ എന്താണ്? What is the composition of CSR committee? Jurassic Park. Audit committee composition like audit committee, CSR committee, nomination and remuneration committee, stakeholder relationship committee, risk management committee. Yes. ഓർമ്മയില്ല. Okay. So it is minimum of 3 directors. At least one should be independent director. Minimum of 3 director. At least one should be independent director. അതാണ് CSR കമ്മിറ്റിയുടെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. Now next നമ്മൾ നോക്കാൻ പോകുന്ന ഫാക്ടേഴ്സ് ഇഫക്റ്റിംഗ് CSR കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഫാക്ടേഴ്സ് ഇഫക്റ്റിംഗ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീനെ ഇഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്തൊക്കെയായിരിക്കും? സോ 1 by 1 അതിൽ തന്നിട്ടുണ്ട്, കണ്ട. One is increased technology. Increased technology ഇല്ല, ബേസിക്കലി ഇതുപോലെ തന്നെ. Okay, increased technology, increased globalization. So in the globalization, what is globalization? Industrialization. അല്ല, അതിലല്ല, നമ്മള് സോഷ്യലിൽ പഠിച്ചിട്ടുണ്ട് പണ്ട്. എന്തായിരുന്നു ഗ്ലോബലൈസേഷൻ? സോ ബേസിക്കലി അഗ്രികൾച്ചറൽ എക്കോണമി ആയിരുന്നു. അഗ്രികൾച്ചറൽ എക്കോണമിയിൽ ടെക്നോളജി വന്നപ്പോൾ പുതിയ ഇൻഡസ്ട്രീസ് ഉണ്ടായി. ഇൻഡസ്ട്രീസ് ഒരുപാട് വരുന്നതിനെയാണ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഹെൻസ് വി മൂവ് ഇൻ ടു ഗ്ലോബലൈസേഷൻ. ദാറ്റ് ഈസ് കോൾഡ് ഗ്ലോബലൈസേഷൻ. ദെൻ അത് എന്തുകൊണ്ടാണ് വന്നേ? ബിക്കോസ് ഓഫ് ടെക്നോളജി. ഇറ്റ് എഫക്റ്റഡ് ഫോർ ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ there is governance. എന്താണ് ഗവേണൻസ്? അഥവാ ഗവൺമെന്റ് റെഗുലേഷൻസ് കൂടി. ഗവേണൻസ് വന്ന സമയത്ത് ഇറ്റ് ഇൻക്രീസ്ഡ് റെഗുലേഷൻ. സോ ബേസിക്കലി ഇതൊരു സ്റ്റെപ്പാണ്. ടെക്നോളജി ഇൻക്രീസ് ചെയ്യുന്നു, ഇറ്റ് കോസസ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ കോസ്റ്റ് ഇൻക്രീസ്ഡ് ഗവേണൻസ്, ആൻഡ് ഇൻക്രീസ്ഡ് ഗവേണൻസ് കോസ്റ്റ് ഇൻക്രീസ്ഡ് regulations, and increased regulations cost increased social care. കാരണം റെഗുലേഷൻസ് വന്നു കഴിഞ്ഞാൽ എൻവിറോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യാൻ പറയും ആൻഡ് സൊസൈറ്റീനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറയും. ഇറ്റ് കോസ്റ്റ് ഇൻക്രീസ്ഡ് സോഷ്യൽ കെയർ, ആൻഡ് ഇൻക്രീസ്ഡ് സോഷ്യൽ കെയർ കോസ്റ്റ് എൻവിറോൺമെന്റൽ കെയർ, ആൻഡ് എൻവിറോൺമെന്റൽ കെയർ കോസ്റ്റ് റെഡ്യൂസ്ഡ് റിസ്ക് and consumer and investor interest. So എന്തൊക്കെയാണ് factors affecting CSR? First one is increased technology, increased globalization, which caused increased governance, increased regulation, increased social care, increased environmental care. But ഇത് reduced risk and increased consumer and investor interest. Okay, എന്തൊക്കെയായിരുന്നു CSRന്റെ factors affecting CSR? One is technology, globalization, governance, regulation, social care, environmental care, reduced risk, and consumer and investor interest. Consumer and investor interest. So CSR നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ
ശ്രദ്ധിക്കുക, ടെക്സ്റ്റിൽ ഇല്ലാത്ത സാധനങ്ങളും വേണ്ടി വരും. ഫസ്റ്റ് വൺ ഈസ് ഡെഫിനിഷൻ ഓഫ് CSR അണ്ടർ സെക്ഷൻ 135, ഇറ്റ്സ് ലിമിറ്റ്സ്. സെക്കൻഡ് വൺ, ആക്ടിവിറ്റീസ് വിച്ച് ആർ പ്രോഹിബിറ്റഡ് അണ്ടർ CSR. തേർഡ് വൺ, CSR കമ്മിറ്റി ആൻഡ് ഇറ്റ്സ് കോമ്പോസിഷൻ. ഫോർത്ത് വൺ, ഫാക്ടേഴ്സ് ഇഫക്റ്റിംഗ് CSR. ഇത്രയാണ് നമ്മളുള്ള ടെക്സ്റ്റ് ബുക്കിൽ. ഇതുണ്ടാവില്ല, ലൈക്ക് ആ ഡെഫിനിഷൻ, ലൈക്ക് ദിസ് വൺ ഉണ്ടാവില്ല, ലിമിറ്റ് ആൻഡ് അതേപോലെ തന്നെ നമ്മുടെ CSR കമ്മിറ്റിയും ഉണ്ടാവില്ല. ഓക്കെ, സോ എങ്ങനെയാ വരുന്നത്? ഫാക്ടേഴ്സിൽ എന്തൊക്കെയാ വരുന്നത്? ഇറ്റ് ഈസ് ടെക്നോളജി, ഗ്ലോബലൈസേഷൻ, ഗവേണൻസ്, റെഗുലേഷൻസ്, സോഷ്യൽ കെയർ, എൻവിറോൺമെന്റൽ കെയർ, റെഡ്യൂസ്ഡ് റിസ്ക്, കൺസ്യൂമർ ആൻഡ് ഇൻവെസ്റ്റർ ഇൻട്രസ്റ്റ്. ഇത്രയുമാണ് ഫാക്ടേഴ്സ് ഇഫക്റ്റിംഗ് CSR വരുന്നത്. CSRൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഫസ്റ്റ് വൺ ഈസ് ലിമിറ്റ്സ് ഓഫ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. എന്തായിരുന്നു അത്? നെറ്റ് വർത്ത് ഓഫ് 500 crores, ടേൺ ഓവർ ഓഫ് 1000 crores, നെറ്റ് പ്രോഫിറ്റ് ഓഫ് 5 crores. എത്രയായിരുന്നു സ്പെൻഡ് ചെയ്യേണ്ടത്? 2% ഓഫ് ദി ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി പ്രിസീഡിംഗ് 3 years. Then CSR കമ്മിറ്റിയുടെ കോമ്പോസിഷൻ എന്താ? There should be 3 directors and at least one should be an independent director. പിന്നെ നമ്മൾ നോക്കിയത് ഫാക്ടേഴ്സ് വിച്ച് ആർ ദ CSR ആക്ടിവിറ്റിയിൽ പെടാത്ത ആക്ടിവിറ്റികൾ ഏതൊക്കെയായിരുന്നു? വൺ ഈസ് COVID-19 റിസർച്ച്, അതേപോലെ തന്നെ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്, സ്പോൺസർഷിപ്പ്, അഡ്വർടൈസ്മെന്റ് ഫോർ ദ ബിസിനസ്, എംപ്ലോയി ബെനിഫിറ്റ്സിന് വേണ്ടി ചെയ്യുന്ന, സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻസിന് വേണ്ടി ചെയ്യുന്നത്, സ്പോർട്സ് വിച്ച് ഈസ് ഡൺ ഇന്റർനാഷണലി. ഇതും നമ്മളുടെ ഏതിൽ പെടില്ല? CSR ആക്ടിവിറ്റീസിൽ പെടുന്നതല്ല. ദെൻ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് CSR, ദാറ്റ് ഈസ് technology, globalization, governance, then regulations, social care, environmental care, reduced risk and consumer and investor interest. ഇതായിരുന്നു factors affecting CSR. Yes. Now, role of board of directors in the role in CSR activities. രണ്ട് case studies ഉണ്ട്. എവിടെയാ? ഇത് രണ്ട് കേസ് സ്റ്റഡീസ് ഉണ്ട്. ഓക്കെ, ആ കേസ് സ്റ്റഡീസ് ഒന്ന് വായിക്കുക. വൺ ഈസ് റിലയൻസ് ഇൻഡസ്ട്രീസ് ആൻഡ് വൺ ഈസ് ടാറ്റ സ്റ്റീൽ. ഓക്കെ, ആ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ 3 അവരുടെ പില്ലേഴ്സ് ഓഫ് CSR ഉണ്ടാവും. വായിക്കുക, എന്നിട്ട് ആ കഥ എനിക്ക് പറഞ്ഞു തരാം. വാട്ട് ഈസ് ദാറ്റ് സ്റ്റോറി ബിഹൈൻഡ്? ഒരാൾ റിലയൻസിന്റെ പറയാ, ഒരാൾ ടാറ്റ സ്റ്റീൽസിന്റെ പറയാം. സോ ഇറ്റ് വിൽ ബി ലൈക്ക് എന്താണ് അവരുടെ CSRൽ സംഭവിച്ചത്? ഫാക്ട്സ് ഓഫ് ദ കേസ്.
ഒരുപാടുണ്ടോ? ഇത് കാണാപ്പാടം പഠിക്കൊന്നും വേണ്ടട്ടോ. എന്തെങ്കിലും മനസ്സിലായോ? എന്താ പറയണേ? ഇതേതായിരുന്നു? റിലയൻസോ? എന്തായിരുന്നു? അങ്ങനെ അവര് ഹൗസിങ്ങും അപ്പുറം അവര് എന്താ സൊസൈറ്റിയിൽ കിട്ടുന്നത് അത് തിരിച്ചറിയാനായിട്ട് അവര് ആഗ്രഹിക്കുന്നു. സോ അവരെല്ലാ തരത്തിലുള്ള റിസോഴ്സസും സ്കിൽസൊക്കെ യൂസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യാണ് കമ്പനിക്ക് അത് കമ്പനിക്ക് എല്ലാം തിരിച്ചു കൊടുക്കാനായിട്ട് അവർ ആഗ്രഹിക്കണം. അങ്ങനെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ലോ വരുന്നതിന് മുന്നായിട്ട് തന്നെ ഏതൊക്കെ പ്രാക്ടീസസ് കൊണ്ടുവന്നു. ലീവ് പേയ്മെന്റ് ഫണ്ട് കൊണ്ടുവന്നു. ശേഷം അവര് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സോഷ്യൽ, എൻവയോൺമെന്റൽ, എക്കണോമിക് അങ്ങനെയൊക്കെ ആയിട്ടാണ്. അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് ടു വേ ഓഫ് ലൈഫ് ഓഫ് ദ പീപ്പിൾസ്. അതായത് ആൾക്കാരുടെ ജീവിതത്തിന്റെ അതുപോലെ അത് ഒരുപാട് പാർട്ണർഷിപ്സ് എൻജോയ് ആയിട്ടും അവരുമായിട്ടുള്ള പാർട്ണർഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ ട്രസ്റ്റുകളും ഒരുപാട് സൊസൈറ്റിക്ക്. ഓക്കെ. Reliance industry കുറെ കാലമായിട്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇനിഷ്യേറ്റീവ്സ് ആയിട്ട് കുറെ കാലമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതില് ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, കമ്പ്യൂട്ടർ ഇനിഷ്യേറ്റീവ്സ് ആണ് അധികം ചെയ്യുന്നത്. അധികം ഇമ്പാക്ട് ചെയ്യുന്നത് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിനെ അധികം ഇമ്പാക്ട് ചെയ്യുന്നത്. ഇവരുടെ റിലയൻസ് ഇൻഡസ്ട്രിയുടെ CSR ഇനിഷ്യേറ്റീവ്സിന്റെ ഒരു ഗൈഡ് ചെയ്യുന്നതിന് 3 സ്കെയിൽ, ഇമ്പാക്ട്, സസ്റ്റൈനബിലിറ്റി നോക്കിയിട്ടാണ്. അപ്പം റിലയൻസ് ഇൻഡസ്ട്രി ഫോക്കസ് ചെയ്യുന്ന ഏരിയസ് ആണ് കമ്മ്യൂണിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എൻവയോൺമെന്റ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, സ്കിൽ എൻഹാൻസ്മെന്റ് ആണ് നോക്കുന്നത്. റിലയൻസ് ഇൻഡസ്ട്രിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരു CSR കമ്മിറ്റി നടത്തിയിട്ടുണ്ട്. CSR കമ്മിറ്റി CSR ആണ് ഡിസിഷൻ മേക്കിംഗ് പോളിസിയുടെ CSRG. എന്നിട്ട് ഒരു വർഷത്തിന് മിനിമം 2 years എങ്കിലും ബോർഡ് ലെവൽ കമ്മിറ്റീസ് കൂടെ അനലൈസ് ആണ്. ഓക്കെ. സോ ഇമ്പോർട്ടൻ്റ് അല്ല, CSRന്റെ ഒരു ലൈക്ക് പ്രൊസീജിയർ എങ്ങനെയാണ്? ലൈക്ക് CSR ഫണ്ടിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ ആര് പറയും, എങ്ങനെ കൊടുക്കും, എങ്ങനെയാണ് അതിൻ്റെ ഒരു വർക്കിംഗ്? എത്രയാന്നല്ല 2% വീനോ. ആ ഫണ്ട് ആരാണ് എടുത്തു കൊടുക്കുന്നത്, ആർക്കാണ് എടുത്തു കൊടുക്കുന്നത്, എന്താണ് അതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്? ഇപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്, അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. നൗ ഇത് ആര് ഐഡന്റിഫൈ ചെയ്യും,
ആരോട് പറയും, ആരെടുത്ത് CSR ഫണ്ട് കൊടുക്കും, ആരാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഒരു CSR കമ്മിറ്റി ഉണ്ട്. ഇവരാണ് എന്ത് ചെയ്യുന്നത്, എന്ത് CSR പ്രോജക്റ്റ് എടുക്കണമെന്ന് ചൂസ് ചെയ്യുന്നത്. സോ ആരാണ് ഇത് ചെയ്യുന്നത്? CSR കമ്മിറ്റിയാണ് CSR പ്രോജക്റ്റ് ചൂസ് ചെയ്യുന്നത്. ഈ പ്രോജക്റ്റ് അപ്രൂവ് ചെയ്യുന്നത് ആരാ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. സോ CSR കമ്മിറ്റിയാണ് CSR പ്രോജക്റ്റ് ഫോർമുലേറ്റ് ചെയ്യുന്നത്, അത് അപ്രൂവ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. സോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ചുമതല എന്താണ്? CSR പ്രോജക്റ്റ് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ആയിട്ടുണ്ടോ, CSR ഫണ്ട് പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടോ, അതായത് 2% അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത്. അതേപോലെ തന്നെ CSR ഫണ്ട് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത്. അതേപോലെ തന്നെ CSR ഫണ്ടുകൾ അൺയൂട്ടിലൈസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ എന്താ കാണിക്കുക? അൺയൂട്ടിലൈസ്ഡ് CSR ഫണ്ട്സ് എന്താ ചെയ്യുക? 2% കോൺട്രിബ്യൂട്ട് ചെയ്തു, 2% ചെലവാക്കാൻ കഴിഞ്ഞില്ല വർഷം. സോ എന്ത് ചെയ്യും? ഓക്കെ, സോ അൺയൂട്ടിലൈസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? അൺയൂട്ടിലൈസ്ഡ് CSR ഫണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അടുത്ത കൊല്ലത്ത് അതിൽ നിന്ന് വേണം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ. ദെൻ അതേപോലെ തന്നെ ആക്ഷൻ പ്ലാനുകൾ ഓൾട്ടർ ചെയ്യണം. എന്താണ് ആക്ഷൻ പ്ലാൻ ഓൾട്ടർ എന്ന് പറയുന്നത്? ഈ CSR പ്രോജക്റ്റിൽ എന്തെങ്കിലും ഓൾട്ടറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഓൾട്ടർ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആരുടെയാണ്? ബോർഡിന്റെയാണ്. ബോർഡിന്റെ അല്ല, ബോർഡ് CSR കമ്മിറ്റീനോട് പറഞ്ഞിട്ട് അത് ഓൾട്ടർ ചെയ്യണം. സോ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് വൺ ഈസ് CSR പ്രോജക്റ്റ് അപ്രൂവ് ചെയ്യുക. CSR പ്രോജക്റ്റ് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ആയോ എന്ന് നോക്കേണ്ടത്. CSR ഫണ്ട് പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത്. CSR ഫണ്ട് പ്രോപ്പറായി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത്. CSR ഫണ്ട് അൺയൂട്ടിലൈസ്ഡ് ആയിട്ടാണെങ്കിൽ അത് അൺയൂട്ടിലൈസ്ഡ് CSR ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ആക്ഷൻ പ്ലാൻസ് ഓൾട്ടർ ചെയ്യേണ്ടത്. ഇത്രയാണ് ആരുടെ റെസ്പോൺസിബിലിറ്റി? CSRനെ ബേസ് ചെയ്തിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ CSR കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി എന്താ? ഫോർമുലേറ്റിംഗ് CSR പ്രോജക്റ്റ് ആണ് CSR കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നത്. ബോർഡിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ അപ്രൂവ് ചെയ്യുക. CSR പ്രോജക്റ്റ് അപ്രൂവ് ചെയ്യുന്നു. CSR പ്രോജക്റ്റ് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ആയോ എന്നുള്ളത് നോക്കുന്നു. CSR ഫണ്ട് പ്രോപ്പറായി അലോക്കേറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കുന്നു. CSR ഫണ്ട് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നു. CSR ഫണ്ട് അൺയൂട്ടിലൈസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അത് എങ്ങോട്ട് മാറ്റണം? അൺയൂട്ടിലൈസ്ഡ് CSR അക്കൗണ്ടിലേക്ക് മാറ്റണം. അതേപോലെ തന്നെ ഓൾട്ടറേഷൻ ഓഫ് പ്ലാൻസ്, അതായത് CSR പ്രോജക്റ്റ് ഓൾട്ടർ ചെയ്യേണ്ടതും ആരുടെ ഉത്തരവാദിത്വമാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. അതാണ് അവിടെ നെക്സ്റ്റ് പേജിൽ പറയുന്നുണ്ടാവും, റോൾ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻ CSR ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിങ്ങനെയുള്ളൂ. ഓക്കെ, വായിച്ചു നോക്കുക എന്തൊക്കെയാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് അപ്രൂവിംഗ് ദി CSR പോളിസി. ദെൻ ഡിസ്ക്ലോസിംഗ് ദ പോളിസി ഇൻ വെബ്സൈറ്റ്, അതായത് കമ്പനിയുടെ വെബ്സൈറ്റിൽ ഇത് എവിടെ ഡിസ്ക്ലോസ് ചെയ്യണം? കമ്പനിയുടെ വെബ്സൈറ്റിൽ CSR പോളിസി ഡിസ്ക്ലോസ് ചെയ്യണം. തേർഡ് പോയിന്റ് എന്തായിരുന്നു? CSR പോളിസികൾ പ്രോപ്പറായിട്ട് അണ്ടർടേക്ക് ചെയ്തിട്ടുണ്ടോ, ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. അതേപോലെ തന്നെ CSR ഫണ്ട് പ്രോപ്പറായി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. CSR ഫണ്ട് പ്രോപ്പറായി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. അതേപോലെ തന്നെ അൺയൂട്ടിലൈസ്ഡ് CSR ഫണ്ട് ഉണ്ട് എന്നിട്ടുണ്ടെങ്കിൽ അത് ബോർഡ് റിപ്പോർട്ടിൽ ഡിസ്ക്ലോസ് ചെയ്യണം. അതേപോലെ തന്നെ അൺയൂട്ടിലൈസ്ഡ് CSR ഫണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ആൻഡ് ഓൾട്ടറേഷൻ ഓഫ് ആക്ഷൻ പ്ലാൻസ്. ഇത്രയുമാണ് ആരുടെ റെസ്പോൺസിബിലിറ്റി? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി. സോ അഗെയിൻ എന്തൊക്കെയാണുള്ളത്? CSR പ്രോജക്റ്റ് അപ്രൂവ് ചെയ്യുന്നു, അത് വെബ്സൈറ്റിൽ ഡിസ്ക്ലോസ് ചെയ്യുന്നു. CSR പ്രോജക്ട്സ് ഇംപ്ലിമെന്റ് ആയോ എന്ന് നോക്കണം. ഫണ്ട് അലോക്കേറ്റ് ആയോ എന്ന് നോക്കണം. യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. അൺയൂട്ടിലൈസ്ഡ് ആണെങ്കിൽ അത് ബോർഡ് റിപ്പോർട്ടിലും
അൺയൂട്ടിലൈസ്ഡ് CSR അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്യണം, ഓൾട്ടറേഷൻ ഓഫ് ആക്ഷൻ പ്ലാൻസും ചെയ്യണം. ഇത്രയുമാണ് ആരുടെ റെസ്പോൺസിബിലിറ്റി? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി. സോ 5 minutes നമ്മൾ CSR കവറായി. നെക്സ്റ്റ് ഈസ് കോർപ്പറേറ്റ് ഗവർണൻസ്, അത് നമുക്ക് നാളെ എടുക്കാം. ബട്ട് 5 minutes കൊണ്ട് എൻറ്റയർ. സോ എവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്? Chandler's definition of strategic management. Strategic management process, strategic management steps in this process, then strategic leadership. Strategic leadership functions. Company secretary as a strategic leader. Strategic planning cycle. Then നമ്മള് CSR അല്ല, സോറി, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, CSR 135ന്റെ ലിമിറ്റ്സ്, അതേപോലെ തന്നെ ഏതൊക്കെ ആക്ടിവിറ്റി ചെയ്തുകൂടാ, CSR കമ്മിറ്റിയുടെ കോമ്പോസിഷൻ, അതേപോലെ തന്നെ നമ്മൾ എന്താ പഠിച്ചേ? CSRന്റെ ഫങ്ഷൻസ്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് എഫക്ട് ചെയ്യുന്നത് CSRന്, ലൈക്ക് ഗ്ലോബലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ ആ ഫാക്ടേഴ്സ്. ദെൻ നമ്മൾ എന്ത് പഠിച്ചു? CSR, നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ഇൻ CSR. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ 5 minutes നമുക്ക് നോക്കാം. അങ്ങനെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഡെഫിനറ്റ്ലി. എന്താ ഇത് കഴിഞ്ഞ് നമ്മൾ മറ്റതിലേക്ക് പോയി CR ഇല്ലെങ്കിൽ വേണ്ട, ഇത് തന്നെ കൊണ്ടുപോകാം. ഇത് ചാപ്റ്റർ 2 കൂടെ കവർ ചെയ്തിട്ട് നമുക്ക് അതിലോട്ട് പോകാം. പക്ഷെ ഇത് ഇവിടുന്ന് തന്നെ പഠിക്കണം.
കഴിഞ്ഞോ? ഓക്കെ. എന്നാ പറഞ്ഞോളൂ. Determination of long-term goals and objectives and allocation of course of action and allocation of resources necessary for to achieve these goals. Strategic management process and decision makers utilizes makes decisions for the improvement of performance. പ്രോസസ് സ്റ്റെപ്സ് SFIE. Scanning the environment, formulation, implementation and evaluation. Strategic leadership ability to influence others voluntarily for the long term success and long term sustainability. In the CS company secretary as a സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് കഴിഞ്ഞു. അതിന്റെ ഫങ്ഷൻസ് navigator, strategist, entrepreneur, mobilizer, enterprise guardian, talent advocate, ടാലന്റ് അഡ്വക്കേറ്റ്. global thinker, captivator, change driver. CS as a strategy. Communicating with stakeholders, managing board meetings and committee meetings, compliance with laws and regulations, advising board of directors, റെപ്രസെന്റിങ് representing boards and tribunals, ഫ്ലോലെസ് ഡിസ്ക്ലോഷർ ആൻഡ് റിപ്പോർട്ടിംഗ്. ഫ്ലോലെസ് ഡിസ്ക്ലോഷർ ആൻഡ് റിപ്പോർട്ടിംഗ്. ഓക്കെ, ബാക്കി സ്ട്രാറ്റജിക് ലീഡർഷിപ്പ്. Steps of the mission, goal, examine the internal environment, SWOT analysis, and strategy. Practice and individuals. Practice focus on teamwork, problem solving, greater control communication. The limitations are positive program and in implementation planning, CSR is so much നെറ്റ്വർത്ത് ടേൺ ഓവർ നെറ്റ്വർക്ക്. വർത്ത്. So basically what is net worth? ഒരു മിനിറ്റ് പോരാ, അതിനുള്ളിൽ
Yes. Network. What is network? But any formula for that? To compute network? Apa zero aല്ലേ? Asset minus liability is zero aല്ലേ? Okay, so total asset minus current liabilities. Total asset minus current liabilities. അതാണ് നെറ്റ്വർത്ത് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ആ കഴിയുന്നല്ലോ. ആ outside India. Contribution to political party activities for the environment benefits, sponsorship of the CSR and statutory fulfillment units of CSR and COVID-19 COVID-19 CSR activities. statutory obligation. Factors influencing CSR technology increase like globalization, government regulations and economic care, social care, and reduce the risk and reduce the consumer interest. Okay, then CS. Further than the planning committee CSR committee, project finance selecting and the board approaching data Website. website utilize unutilized funding പ്രോപ്പറായി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ? ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? unutilized funding CSR transfer allocation. അതിന് മുമ്പ് അൺയൂട്ടിലൈസ്ഡ് ഫണ്ട് ഉണ്ടെങ്കിൽ ബോർഡ് റിപ്പോർട്ടിൽ ഡിസ്ക്ലോസ് ചെയ്യും. ദെൻ ഓൾട്ടറേഷൻസ് ഉണ്ടെങ്കിൽ ഓൾട്ടർ ചെയ്യണം.
ഓക്കെ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇടാം, ഗ്രൂപ്പിലിടാം, നിങ്ങൾ ബുക്കിലേക്ക് ഒന്ന് ചെയ്തു വന്നാൽ മതി. ക്വസ്റ്റ്യൻ എഴുതണമെങ്കിൽ എഴുതാം, നിങ്ങളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, കാൽക്കുലേഷൻ ഉണ്ട് CSRന്റെ, അത് ഒരു 2 to 3. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഔട്ട് ഓഫ് ബോക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അത്. ഓക്കെ, നാളെ പിന്നെ ബാക്കിയുള്ളവർ വന്നിട്ട് നമുക്ക് എക്സാമിന്റെ മറ്റു കാര്യങ്ങളിലേക്ക്. ഓക്കെ, നാളെ കാണാം.